ഹലോ ഓൾ, വെൽക്കം ടു ദിശ അക്കാഡമി. RRB ഗ്രൂപ്പ് ഡി എക്സാമിന് വേണ്ടിയിട്ടുള്ള 25 ഡേ സ്റ്റഡി പ്ലാന്റെ 7th ഡേ ആണിന്ന്. ആൻഡ് ഇന്ന് നമ്മൾ ഹിസ്റ്ററി ആൻഡ് പൊളിറ്റി സബ്ജക്ട്സിന്റെ 4th സെഷൻ ആണ് കണ്ടക്ട് ചെയ്യുന്നത്. ഈ ഒരു സെഷന്റെ മെറ്റീരിയൽസും നിങ്ങൾക്ക് ടെലഗ്രാം ഗ്രൂപ്പിൽ ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും. ആ ഒരു മെറ്റീരിയലുള്ള മെജോറിറ്റി ഓഫ് ക്വസ്റ്റ്യൻസും ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ ഒട്ടും ടൈം വേസ്റ്റ് ചെയ്യേണ്ട, നമുക്ക് നേരെ ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: ബാബർ, the first Mughal emperor who ruled from 1526 to 1530, succeeded to the throne of Fergana in 1494 when he was only how many years old? ആദ്യത്തെ മുഗൾ എംപറർ ആയിട്ടുള്ള ബാബർ ആയിരുന്നു ആദ്യത്തെ മുഗൾ എംപറർ എന്ന് പറയുന്നത്. ആദ്യത്തെ മുഗൾ എംപറർ ആയിട്ടുള്ള ആൻഡ് ബാബറിന്റെ റൂളിംഗ് പീരീഡ് എന്ന് പറയുന്നത് 1526 മുതൽ 1530 വരെയുള്ള പീരീഡ് ആണ്. സോ ബാബർ ആദ്യമായിട്ട് ഫെർഗാനയുടെ കിരീടാവകാശി ആകുന്നത് 1494 ആ സമയത്ത് ബാബറിന്റെ പ്രായം എത്രയായിരുന്നു എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ 9 years, ഓപ്ഷൻ ബി 11 years, ഓപ്ഷൻ സി 12 years, ഓപ്ഷൻ ഡി 7 years. ബാബർ ആദ്യമായിട്ട് ഫെർഗാനയുടെ സിംഹാസനത്തിലേക്ക് വരുമ്പോൾ ബാബറിന്റെ ഏജ് എത്രയായിരുന്നു? സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് എന്താണ്? 12 years ആണ്. 12 വയസ്സായിരുന്നു ആ ടൈമിലെ ബാബറിന്റെ ഏജ് എന്ന് പറയുന്നത്. ആൻഡ് ബാബർ എന്ന് പറയുന്നത് ടിമുറിഡ് ഡൈനാസ്റ്റിയിലോട്ടായിരുന്നു ബിലോങ് ചെയ്തത്. സോ ബാബർ ബിലോങ് ചെയ്തിരുന്നത് ടിമുറിഡ് ഡൈനാസ്റ്റിയിലായിരുന്നു. സോ ബാബർ ബിലോങ് ചെയ്തിരുന്നത് ടിമുറിഡ് ഡൈനാസ്റ്റിയിലായിരുന്നു. സോ ടിമുറിഡ് ഡൈനാസ്റ്റി. സോ ടിമുറിഡ് ഡൈനാസ്റ്റി ആയിരുന്നു ബാബറിന്റെ ഡൈനാസ്റ്റി എന്ന് പറയുന്നത്. ബാബർ ആണ് എന്ത് ചെയ്യുന്നത്? ബാബർ 12ാം വയസ്സിലാണ് എന്ത് ചെയ്യുന്നത്? ഫെർഗാനയുടെ സിംഹാസനത്തിലേക്ക് വരുന്നത്. ആൻഡ് പിന്നീട് ഇന്ത്യയിൽ എത്തിയ ബാബർ ആണ് എന്ത് ചെയ്യുന്നത്? ഇന്ത്യയിൽ മുഗൾ സാമ്രാജ്യം സ്ഥാപിക്കുകയും ചെയ്യുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ: ഹു വാസ് ദ റൂളർ ഓഫ് ഡൽഹി വെൻ ബാബർ ഇൻവേഡഡ്? ബാബർ ഡൽഹി ഇൻവേഡ് ചെയ്തപ്പോൾ ഡൽഹിയുടെ റൂളർ ആരായിരുന്നു എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ മഹമ്മൂദ് ലോധി, ഓപ്ഷൻ ബി ദൗലത് ഖാൻ ലോധി, ഓപ്ഷൻ സി സിക്കന്ദർ ലോധി ആൻഡ് ഓപ്ഷൻ ഡി ഇബ്രാഹിം ലോധി. ബാബർ ഇന്ത്യ അറ്റാക്ക് ചെയ്തപ്പോൾ അല്ലെങ്കിൽ ഇന്ത്യ ഇൻവേഡ് ചെയ്തപ്പോൾ ആരായിരുന്നു ഡൽഹിയിലെ റൂളർ എന്നാണ് ക്വസ്റ്റ്യൻ. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, ഇബ്രാഹിം ലോധി. ബാബർ 1526 1526 എന്ത് ചെയ്യുന്നത്? ബാബർ ഇന്ത്യ ആക്രമിക്കുന്നത്. ആൻഡ് ഇന്ത്യ ആക്രമിച്ച ബാബർ ഡൽഹിയിൽ നേരിട്ടത് ഇബ്രാഹിം ലോധിയാണ്. ഇബ്രാഹിം ലോധി എന്ന് പറയുമ്പോൾ ലോധി ഡൈനാസ്റ്റിയിലെ അവസാനത്തെ റൂളർ ആയിരുന്നു ഇബ്രാഹിം ലോധി എന്ന് പറയുന്നത്. ഡൽഹി സുൽത്താനേറ്റിലെ അവസാനത്തെ ഡൈനാസ്റ്റി ആണെന്ത്? ലോധി ഡൈനാസ്റ്റി എന്ന് പറയുന്നത്. ബാബർ ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഇന്ത്യ റൂൾ ചെയ്തിരുന്നത് അല്ലെങ്കിൽ ഡൽഹി റൂൾ ചെയ്യുന്നത് ഡൽഹി സുൽത്താനേറ്റ് ആണ്. ആൻഡ് ഡൽഹി സുൽത്താനേറ്റിലെ അവസാനത്തെ ഡൈനാസ്റ്റി ആയിരുന്നു ലോധി ഡൈനാസ്റ്റി. ഈ ലോധി ഡൈനാസ്റ്റിയിലെ ലാസ്റ്റ് റൂളർ ആണ് ഇബ്രാഹിം ലോധി എന്ന് പറയുന്നത്. 1526 പാനിപ്പത്തിൽ വെച്ച് നടന്ന ബാറ്റിൽ, ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത്, ഒന്നാം പാനിപ്പട്ട് യുദ്ധം. സോ ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത്. 1526 ഡൽഹി പാനിപ്പത്തിൽ വെച്ച് നടന്നിട്ടുള്ള ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പത്തിലാണ് എന്ത് ചെയ്യുന്നത്? ബാബർ ഇബ്രാഹിം ലോധിയെ പരാജയപ്പെടുത്തി എന്ത് ചെയ്യുന്നത്? ഡൽഹി ഇൻവേഡ് ചെയ്യുന്നത്. സോ 1526 ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത്, ഒന്നാം പാനിപ്പത്ത് യുദ്ധം നടക്കുന്നത്. ആൻഡ് ഇബ്രാഹിം ലോധി എന്ത് ചെയ്യുന്നു? ബാബർ പരാജയപ്പെടുന്നു. ഈ ഒരു യുദ്ധത്തിലാണ് എന്ത് ചെയ്യുന്നത്? ഇബ്രാഹിം ലോധി പരാജയപ്പെടുകയും വധിക്കപ്പെടുകയും ചെയ്യുന്നത്. അതോടുകൂടി എന്ത് ചെയ്തു? ഡൽഹി സുൽത്താനേറ്റിന്റെ റൂള് ഡൽഹിയിൽ അവസാനിച്ചു. പിന്നീട് എന്ത് ചെയ്തു? മുഗൾ എംപയർ അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു. മുഗൾ സാമ്രാജ്യത്തിന്റെ സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത് ഈ ഒരു ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പത്തോടു കൂടിയാണ്. ഡൽഹി സുൽത്താനേറ്റിന്റെ ഭരണം അവസാനിപ്പിച്ചുകൊണ്ട് മുഗൾ എംപയർ ഇന്ത്യയിൽ സ്ഥാപിക്കുന്നത് ബാബർ ആണ്. ആൻഡ് ബാബർ ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പത്തിൽ പരാജയപ്പെടുത്തുന്നത് ഇബ്രാഹിം ലോധിയാണ്. ആൻഡ് അത് നടന്ന വർഷം എന്ന് പറയുന്നത് 1526 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ബാബർ വാസ് കൺസിഡേർഡ് എ ഗാസി ആഫ്റ്റർ വിന്നിംഗ് വിച്ച് ബാറ്റിൽ? ഏത് യുദ്ധം ജയിച്ചതിന് ശേഷമാണ് ബാബർ ഗാസി എന്നുള്ള ടൈറ്റിൽ സ്വീകരിച്ചത് എന്നാണ് ക്വസ്റ്റ്യൻ. സോ ബാബറിന് ഗാസി എന്നുള്ള ടൈറ്റിൽ, ഗാസി എന്നുള്ള ആ ഒരു പദം അല്ലെങ്കിൽ ആ ഒരു പേര് കിട്ടിയത് ഏത് ബാറ്റിൽ വിൻ ചെയ്തതിന് ശേഷം എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ബാറ്റിൽ ഓഫ് കാബൂൾ, ഓപ്ഷൻ ബി ബാറ്റിൽ ഓഫ് പാനിപ്പത്ത്, ഓപ്ഷൻ സി ബാറ്റിൽ ഓഫ് കൻവ, ഓപ്ഷൻ ഡി ബാറ്റിൽ ഓഫ് ഗാഗ്ര. ഇതിൽ ഏത് യുദ്ധം ജയിച്ചതിന് ശേഷമാണ് ബാബറിന് എന്ത് കിട്ടുന്നത്? ബാബറിന് ഗാസി എന്നുള്ള ആ ഒരു ടൈറ്റിൽ കിട്ടുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ബാറ്റിൽ ഓഫ് കൻവ ആണ്. ബാറ്റിൽ ഓഫ് കൻവ വിജയിച്ചതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്? ബാബറിന് ഗാസി എന്നുള്ള ടൈറ്റിൽ കിട്ടുന്നത്. ആൻഡ് 1527
ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത് 1526 നടക്കുന്നു. അതിനുശേഷം തൊട്ടടുത്ത വർഷം 1527 എന്ത് ചെയ്യുന്നത് ബാറ്റിൽ ഓഫ് കൻവ നടക്കുന്നത്. ആൻഡ് ബാറ്റിൽ ഓഫ് കൻവയിൽ ബാബർ ആരെയാണ് പരാജയപ്പെടുത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് വാസ് റാണ സംഘ. റാണ സംഘ മേവാർ റൂൾ ചെയ്തിരുന്ന റാണ സംഘയാണ് എന്ത് ചെയ്യുന്നത് ബാബർ പരാജയപ്പെടുന്നത്. മേവാർ എന്നുള്ള ആ ഒരു ടെറിട്ടറി റൂൾ ചെയ്തുകൊണ്ടിരുന്ന റാണ സംഘയാണ് എന്ത് ചെയ്യുന്നത് ബാറ്റിൽ ഓഫ് കൻവയിൽ ബാബർ ഡിഫീറ്റ് ചെയ്യുന്നത്. ഇയർ എന്ന് പറയുന്നത് 1527 ആണ്. ഇതിനുശേഷമാണ് എന്ത് ചെയ്യുന്നത് ബാബറിന് ഗാസി എന്നുള്ള ടൈറ്റിൽ കിട്ടുന്നത്. ആൻഡ് ഈ കൻവ എന്ന് പറയുന്നത് ആഗ്രയുടെ വെസ്റ്റിലോട്ട്, ആഗ്രയുടെ 60 കിലോമീറ്റർ വെസ്റ്റിലോട്ടുള്ള ഒരു പ്ലേസ് ആണെന്ത് ഈ കൻവ എന്ന് പറയുന്നത്. സോ ആഗ്രയുടെ 60 കിലോമീറ്ററോളം പടിഞ്ഞാറോട്ട് കിടക്കുന്ന ഒരു പ്ലേസ് ആണെന്ത് ഈ കാൻവ എന്ന് പറയുന്നത്. ആൻഡ് കാൻവയിൽ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു യുദ്ധം നടക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ടുസുക് ഐ ബാബറി വാസ് റിട്ടൺ ഇൻ വിച്ച് ലാംഗ്വേജ്? ഏത് ഭാഷയിലാണ് ടുസുക് ഐ ബാബറി എഴുതപ്പെട്ടിരിക്കുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ സാൻസ്ക്രിറ്റ്, ഓപ്ഷൻ ബി ഉറുദു, ഓപ്ഷൻ സി ഹിന്ദി ആൻഡ് ഓപ്ഷൻ ഡി ടർക്കിഷ്. ഇതിൽ ഏത് ഭാഷയിലാണ് ടുസുക് ഐ ബാബറി എഴുതപ്പെട്ടിരിക്കുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, ടർക്കിഷ്. ടർക്കിഷ് ലാംഗ്വേജിൽ എഴുതപ്പെട്ടിട്ടുള്ള ടർക്കിഷ് ലാംഗ്വേജിലാണ് എന്ത് ചെയ്തിരിക്കുന്നത് ഈ ടുസുക് ഐ ബാബറി എഴുതപ്പെട്ടിരിക്കുന്നത്. ആൻഡ് ടുസുക് ഐ ബാബറി എന്ന് പറയുന്ന ബാബറിന്റെ ഓട്ടോബയോഗ്രഫിയാണ്. ബാബർ സ്വയം എഴുതിയിട്ടുള്ള ഒരു ഓട്ടോബയോഗ്രഫിയാണെന്ത് ഈ ടുസുക് ഐ ബാബറി എന്ന് പറയുന്നത്. ഓട്ടോബയോഗ്രഫി, സ്വയം എഴുതിയിട്ടുള്ള ഒരു ജീവചരിത്രമാണെന്ത് ഈ ഒരു ടുസുക് ഐ ബാബറി എന്ന് പറയുന്നത്. ബാബറാണ് ടുസുക് ഐ ബാബറി എഴുതിയിരിക്കുന്നത്. ആൻഡ് ബാബർ ഇത് എഴുതിയിരിക്കുന്നത് അദ്ദേഹത്തിന്റെ മാതൃഭാഷയായിട്ടുള്ള ടർക്കിഷ് ലാംഗ്വേജിലാണ്. ടർക്കിഷ് ലാംഗ്വേജ് ആയിരുന്നു ബാബറിന്റെ മാതൃഭാഷ എന്ന് പറയുന്നത്. ആ ഒരു ലാംഗ്വേജിലാണ് എന്തിരിക്കുന്നത് ഈ ടുസുക് ഐ ബാബറി എന്നുള്ള ഈ ഒരു ഓട്ടോബയോഗ്രഫി എഴുതിയിരിക്കുന്നത്. പിന്നീട് എന്ത് ചെയ്തു ഇത് ബാബർ നാമ, ഈ ടുസുക് ഐ ബാബറിയെ പിന്നീട് എന്ത് ചെയ്തു പേർഷ്യൻ ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു. ടർക്കിഷിലായിരുന്നു എഴുതിയിരുന്നത്, എന്നാൽ ഇത് എന്ത് ചെയ്തു പിന്നീട് പേർഷ്യനിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു. പേർഷ്യനിലേക്ക് എന്ത് ചെയ്തു തർജിമ ചെയ്തു. ആൻഡ് പേർഷ്യനിലേക്ക് തർജിമ ചെയ്തപ്പോൾ ഇതിന്റെ പേര് എന്തായിട്ട് ചേഞ്ച് ചെയ്തു ബാബർ നാമ എന്ന് ചേഞ്ച് ചെയ്തു. ബാബർ നാമ എന്നാണ് ഇതിന്റെ ചേഞ്ച് ചെയ്ത പേരെന്ന് പറയുന്നത്. ടുസുക് ഐ ബാബറി ബാബർ ടർക്കിഷ് ലാംഗ്വേജിൽ എഴുതിയിട്ടുള്ള അദ്ദേഹത്തിന്റെ ജീവചരിത്രമാണ്. എന്നാൽ അത് പേർഷ്യൻ ലാംഗ്വേജിലേക്ക്, പേർഷ്യൻ ഭാഷയിലേക്ക് തർജിമ ചെയ്തപ്പോൾ, ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ അതിന്റെ പേര് എന്തായിട്ട് കൺവേർട്ട് ചെയ്തു ബാബർ നാമ എന്ന് കൺവേർട്ട് ചെയ്തു. ആൻഡ് ഇത് ട്രാൻസ്ലേറ്റ് ചെയ്തത് മിർസ അബ്ദുർ റഹീം ആണ്. മിർസ അബ്ദുർ റഹീം ആണ് എന്ത് ചെയ്യുന്നത് ഇത് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. മിർസ അബ്ദുർ റഹീം ആണ് എന്ത് ചെയ്യുന്നത് അക്ബർ നാമ എഴുതിയിരിക്കുന്നത്. ബാബറിന്റെ ആവശ്യപ്രകാരം അല്ലെങ്കിൽ ബാബറിന്റെ ഓർഡർ പ്രകാരം മിർസ അബ്ദുർ റഹീം ആണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു ടുസുക് ഐ ബാബറി പേർഷ്യൻ ഭാഷയിലേക്ക് തർജിമ ചെയ്യുന്നത്. ബാബർ നാമ എന്നുള്ള പേരിൽ എന്ത് ചെയ്യുന്നത് തർജിമ ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ ദ ഓപ്ഷൻ ദാറ്റ് അറേഞ്ചസ് ദ ക്രോണോളജി ഓഫ് മുഗൾ എംപറേഴ്സ് ഇൻ ദ കറക്റ്റ് ഓർഡർ. മുഗൾ എംപറേഴ്സ്, കുറെ മുഗൾ എംപറേഴ്സിന്റെ പേര് തന്നിട്ടുണ്ട്. ഇത് ക്രോണോളജി അനുസരിച്ച് അല്ലെങ്കിൽ അവർ റൂൾ ചെയ്തതനുസരിച്ച് എന്ത് ചെയ്യുക അറേഞ്ച് ചെയ്യുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻ എ ജഹാംഗീർ, ഷാജഹാൻ, അക്ബർ, ഔറംഗസേബ്. ഓപ്ഷൻ ബി അക്ബർ, ഔറംഗസേബ്, ഷാജഹാൻ, ജഹാംഗീർ. ഓപ്ഷൻ സി അക്ബർ, ഷാജഹാൻ, ജഹാംഗീർ, ഔറംഗസേബ്. ആൻഡ് ഓപ്ഷൻ ഡി അക്ബർ, ജഹാംഗീർ, ഷാജഹാൻ, ഔറംഗസേബ്. സോ ഇതിൽ ഏതാണ് കറക്റ്റ് ഓർഡർ, കറക്റ്റ് ക്രോണോളജിക്കൽ ഓർഡർ, അതായത് ഇവരുടെ ടൈം ലൈനിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഓർഡർ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് അക്ബർ, ജഹാംഗീർ, ഷാജഹാൻ, ഔറംഗസേബ്. ഇതാണെന്ത് കറക്റ്റ് ആയിട്ടുള്ള ക്രോണോളജിക്കൽ ഓർഡർ എന്ന് പറയുന്നത്. അക്ബർ, ജഹാംഗീർ, ഷാജഹാൻ, ഔറംഗസേബ്. അക്ബറിന്റെ സൺ ആണ് ആര് ജഹാംഗീർ എന്ന് പറയുന്നത്. ജഹാംഗീറിന്റെ സൺ ആണ് ഷാജഹാൻ. ഷാജഹാന്റെ സൺ ആണെന്ത് ഔറംഗസേബ് എന്ന് പറയുന്നത്. സോ ഇതാണ് കറക്റ്റ് ക്രോണോളജിക്കൽ ഓർഡർ എന്ന് പറയുന്നത്. അക്ബർ, ജഹാംഗീർ, ഷാജഹാൻ, ഔറംഗസേബ്. ഇതാണ് മുഗൾ എംപറേഴ്സിന്റെ കറക്റ്റ് ആയിട്ടുള്ള ക്രോണോളജിക്കൽ ഓർഡർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, തുളുഗാമ ഈസ് എ ഡാഷ്. എന്താണ് തുളുഗാമ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ പണിഷ്മെന്റ് ഗിവൺ ടു ദ ക്രിമിനൽസ് ബൈ ജഹാംഗീർ. ജഹാംഗീർ കുറ്റവാളികൾക്ക് കൊടുത്തിരുന്ന പണിഷ്മെന്റ്. ഓപ്ഷൻ ബി വാട്ടർ കൺസർവേഷൻ മെത്തേഡ് യൂസ് ബൈ അക്ബർ. അക്ബർ ജലസംരക്ഷണത്തിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിരുന്ന മെത്തേഡ്.
ഓപ്ഷൻ സി മിലിറ്ററി സ്ട്രാറ്റജി യൂസ് ബൈ ദ ബാബർ, ബാബർ യൂസ് ചെയ്തിരുന്ന ഒരു യുദ്ധതന്ത്രം. അതുപോലെ തന്നെ ഓപ്ഷൻ ഡി ടാക്സ് ഇമ്പോസ് ബൈ ജഹാംഗീർ, ജഹാംഗീർ ഏർപ്പെടുത്തിയിരുന്ന ഒരു നികുതി. ഇതിലേതാണ് തുളുഗാമ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് മിലിറ്ററി സ്ട്രാറ്റജി യൂസ് ബൈ ബാബർ. ബാബർ യൂസ് ചെയ്തിരുന്ന ഒരു മിലിറ്ററി സ്ട്രാറ്റജിയെ പറയുന്ന പേരാണെന്ത്, ഈ ഒരു തുളുഗാമ എന്ന് പറയുന്നത്. ആൻഡ് ബാബർ ഇത് ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നത് ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പത്തിലാണ്. ഒന്നാം പാനിപ്പത്ത് യുദ്ധത്തിലാണ് എന്ത് ചെയ്യുന്നത്, ബാബർ ഈ ഒരു ടെക്നിക്ക് യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത് 1526 ഡൽഹി സുൽത്താനേറ്റുമായിട്ട് അല്ലെങ്കിൽ ഇബ്രാഹിം ലോധിയായിട്ട് നടന്നിട്ടുള്ള ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത്, ഒന്നാം പാനിപ്പത്ത് യുദ്ധത്തിലാണ് എന്ത് ചെയ്യുന്നത്, ബാബർ ഈ ഒരു സ്ട്രാറ്റജി യൂസ് ചെയ്യുന്നത്. ഇനി എന്താണ് ഈ സ്ട്രാറ്റജി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആർമിയെ ബാബർ തന്റെ ആർമി എന്ത് ചെയ്തു, മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തു. ലെഫ്റ്റില്, സെന്ററില്, റൈറ്റില്. ഇങ്ങനെ എന്ത് ചെയ്യും, മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യും. സോ ലെഫ്റ്റ്, സെന്റർ, റൈറ്റ്. അതിനുശേഷം ഒരേ സമയം എന്ത് ചെയ്യുന്നു, എനിമീസിനെ എല്ലാ സൈഡിൽ നിന്നും അറ്റാക്ക് ചെയ്യുന്നു. ഈ ഒരു സ്ട്രാറ്റജി വിളിക്കുന്ന പേരാണെന്ത്, തുളുഗാമ എന്ന് പറയുന്നത്. തന്റെ ആർമിയെ അല്ലെങ്കിൽ തന്റെ സൈന്യത്തിനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യും. ലെഫ്റ്റ് സൈഡിൽ ഒരെണ്ണം, സെന്ററിൽ ഒരെണ്ണം, റൈറ്റ് സൈഡിൽ ഒരെണ്ണം. എന്നിട്ട് ഒരേ സമയം എന്ത് ചെയ്യും, എല്ലാ ഡിറക്ഷൻസിൽ നിന്നും ആർമിയെ അറ്റാക്ക് ചെയ്യും. ഈ ഒരു മിലിറ്ററി സ്ട്രാറ്റജി വിളിക്കുന്ന പേരാണ് തുളുഗാമ എന്ന് പറയുന്നത്. ആൻഡ് ബാബർ ആണ് ഈ ഒരു തുളുഗാമ എന്നുള്ള മിലിറ്ററി സ്ട്രാറ്റജി കൊണ്ടുവരുന്നത്. ആൻഡ് ഇത് ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നത് ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പത്തിലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹുമയൂൺ നാമ വാസ് റിട്ടൺ ബൈ. ആരാണ് ഹുമയൂൺ നാമ രചിച്ചിരിക്കുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ഗുൽബദാൻ ബീഗം, ഓപ്ഷൻ ബി ബാബർ, ഓപ്ഷൻ സി അക്ബർ, ഓപ്ഷൻ ഡി നൂർജഹാൻ. ഇവരിൽ ആരാണ് ഹുമയൂൺ നാമ എഴുതിയിരിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഗുൽബദൻ ബീഗമാണ്. ഗുൽബദൻ ബീഗമാണ് എന്ത് ചെയ്യുന്നത്, ഹുമയൂൺ നാമ എഴുതിയിരിക്കുന്നത്. ആൻഡ് ഏത് ലാംഗ്വേജിലാണ്, ഏത് ഭാഷയിലാണ് ഈ ഒരു ഹുമയൂൺ നാമ എഴുതപ്പെട്ടിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പേർഷ്യൻ ആണ്. പേർഷ്യൻ ലാംഗ്വേജിലാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഈ ഹുമയൂൺ നാമ എഴുതപ്പെട്ടിരിക്കുന്നത്. ഹുമയൂൺ നാമ എഴുതിയത് ഗുൽബദൻ ബീഗമാണ്. ആൻഡ് പേർഷ്യൻ ലാംഗ്വേജിലാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഈ ഒരു ഹുമയൂൺ നാമ എഴുതപ്പെട്ടിരിക്കുന്നത്. ആൻഡ് ഗുൽബദൻ ബീഗം ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാബറിന്റെ ഡോട്ടർ. സോ ബാബറിന്റെ മകളാണെന്ത്, ഗുൽബദൻ ബീഗം എന്ന് പറയുന്നത്. ഗുൽബദൻ ബീഗം എന്ന് പറയുന്നത് ബാബറിന്റെ മകളാണ്. സോ ബാബറിന്റെ മകളാണ് ഗുൽബദൻ ബീഗം എന്ന് പറയുന്നത്. ആൻഡ് അതുപോലെ തന്നെ ഹുമയൂൺ എന്ന് പറയുന്നത്, സോ ഹുമയൂൺ എന്ന് പറയുന്നത് ഗുൽബദൻ ബീഗത്തിന്റെ ബ്രദർ ആണ്, അല്ലെങ്കിൽ ഹാഫ് ബ്രദർ ആണെന്ത്, ഹുമയൂൺ എന്ന് പറയുന്നത്. ഗുൽബദൻ ബീഗത്തിന്റെ അർദ്ധ സഹോദരൻ, ഹാഫ് ബ്രദർ ആണ് ഹുമയൂൺ എന്ന് പറയുന്നത്. ഹുമയൂണിന്റെ ജീവചരിത്രമാണെന്ത്, ഹുമയൂൺ നാമ എന്ന് പറയുന്നത്. ഹുമയൂൺ നാമ എന്ന് പറയുന്ന ഹുമയൂണിന്റെ ജീവചരിത്രമാണ്. എഴുതിയിരിക്കുന്ന ആരാണ്, ഗുൽബദൻ ബീഗമാണ്. ഗുൽബദൻ ബീഗം ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അക്ബറിന്റെ മകളും ഹുമയൂണിന്റെ അർദ്ധ സഹോദരി കൂടിയാണെന്ത്, ഗുൽബദൻ ബീഗം എന്ന് പറയുന്നത്. ആൻഡ് ഹുമയൂൺ നാമ ഏത് ഭാഷയിലാണ് എഴുതിയിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പേർഷ്യൻ ലാംഗ്വേജിലാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഹുമയൂൺ നാമ എഴുതപ്പെട്ടിരിക്കുന്നത്. Next question. The second battle of Panipat was fought between the forces of dash. രണ്ടാം പാനിപ്പത്ത് യുദ്ധം, സെക്കൻഡ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത് ആരൊക്കെ തമ്മിലാണ് ഫൈറ്റ് ചെയ്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ഹുമയൂൺ ആൻഡ് രണസംഗ, ഓപ്ഷൻ ബി അക്ബർ ആൻഡ് ഹെമു, ഓപ്ഷൻ സി അക്ബർ ആൻഡ് ഷേർഷാ, ഓപ്ഷൻ ഡി ബാബർ ആൻഡ് രണസംഗ. ഇവരിൽ സെക്കൻഡ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത് ആരൊക്കെ തമ്മിലാണ് രണ്ടാം പാനിപ്പത്ത് യുദ്ധം നടന്നിരിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് അക്ബർ ആൻഡ് ഹെമു ആണ്. അക്ബറും ഹെമുവും തമ്മിൽ, ഹെമു എന്ന് പറയുന്നത് ഒരു ഇന്ത്യൻ റൂളറാണ്, ഒരു ഹിന്ദു റൂളർ ആയിട്ടുള്ള ഒരു ഹിന്ദു ഇന്ത്യൻ റൂളർ ആണെന്ത്, ഹെമു എന്ന് പറയുന്നത്. ഹെമുവും അക്ബറും തമ്മിൽ നടന്നിട്ടുള്ളതാണെന്ത്, രണ്ടാം പാനിപ്പത്ത് യുദ്ധം എന്ന് പറയുന്നത്. ആൻഡ് ഹെമുവിന്റെ ഒറിജിനൽ നെയിം എന്ന് പറയുന്നത് സാമ്രാട്ട് ഹേമചന്ദ്ര വിക്രമാദിത്യ. സാമ്രാട്ട് ഹേമചന്ദ്ര വിക്രമാദിത്യ എന്നാണ്. സാമ്രാട്ട് ഹേമചന്ദ്ര വിക്രമാദിത്യ എന്നാണെന്ത് ഹെമുവിന്റെ ഫുൾ നെയിം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഹെമുവിന്റെ ഒഫീഷ്യൽ നെയിം എന്ന് പറയുന്നത് സാമ്രാട്ട് ഹേമചന്ദ്ര വിക്രമാദിത്യ ആണ്. ഈ സാമ്രാട്ട് ഹേമചന്ദ്ര വിക്രമാദിത്യ ചുരുക്കിയാണ് എന്ത് ചെയ്യുന്നത്, ഹെമു എന്ന് വിളിക്കുന്നത്. അക്ബറും നോർത്ത് ഇന്ത്യ അല്ലെങ്കിൽ ഡൽഹി റീജിയൻ ഭരിച്ചിരുന്ന ഒരു ഹിന്ദു റൂളർ ആയിരുന്നു സാമ്രാട്ട് ഹേമചന്ദ്ര വിക്രമാദിത്യ അഥവാ ഹെമു എന്ന് പറയുന്നത്. ഈ അക്ബറും ഹെമുവും തമ്മിലാണ് എന്ത് ചെയ്യുന്നത്, രണ്ടാം പാനിപ്പത്ത് യുദ്ധം, സെക്കൻഡ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത് എന്ത് ചെയ്യുന്നത്, നടക്കുന്നത്. ആൻഡ് ഇത് ഏത് വർഷമാണ്
നടന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1556 1556 എന്ത് ചെയ്യുന്നത് അക്ബറും ഹുമയൂണും തമ്മിൽ, അതായത് അക്ബറും സാമ്രാട്ട് ഹേമചന്ദ്ര വിക്രമാദിത്യൻ തമ്മിൽ എന്ത് ചെയ്യുന്നത് രണ്ടാം പാനിപ്പത്ത് യുദ്ധം നടക്കുന്നത്. നെക്സ്റ്റ്, ഇപ്പോൾ ഉള്ള ഈ 25 ഡേ സ്റ്റഡി പ്ലാനിൽ നിങ്ങൾക്ക് ഏതെങ്കിലും സബ്ജക്റ്റിൽ കുറച്ചും കൂടി തറവായിട്ട് ഇൻഡെപ്ത് ആയിട്ട് റിവിഷൻ ആവശ്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ദിശ അക്കാഡമിയുടെ തന്നെ RRB ഗ്രൂപ്പ് ഡി ക്രാഷ് കോഴ്സിന് ജോയിൻ ചെയ്യാവുന്നതാണ്. ഈ ഒരു ക്രാഷ് കോഴ്സിൽ എല്ലാ സബ്ജക്ട്സിന്റെയും സബ്ജക്ട് വൈസ് ആൻഡ് ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള റിവിഷൻ ക്ലാസ്സസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ഇനി നിങ്ങൾക്ക് 25 ഡേ സ്റ്റഡി പ്ലാൻ യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നു, ഇതുമായിട്ട് മുമ്പോട്ട് പോകാനാണ് താല്പര്യമെങ്കിൽ ഇത് തന്നെ കണ്ടിന്യൂ ചെയ്യുക. നിങ്ങൾക്ക് എവിടെയെങ്കിലും നിങ്ങൾക്ക് ഷോർട്ടേജ് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ, എന്തെങ്കിലും പ്രശ്നങ്ങൾ തോന്നിക്കഴിഞ്ഞാൽ കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് റിവിഷൻ ക്ലാസ്സസിന് വേണമെങ്കിൽ ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ആൻഡ് ഫർദർ ഡീറ്റെയിൽസ്, ഈ ഒരു കോഴ്സിന്റെ ഫർദർ ഡീറ്റെയിൽസിന് വേണ്ടിയിട്ട് ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. 7012615062 7012615062. Next question. To strengthen the army, the Mansabdari system was started by whom? ആരാണ് മൻസബ്ദാരി സിസ്റ്റം സ്റ്റാർട്ട് ചെയ്തത് എന്നാണ് ക്വസ്റ്റ്യൻ. ആർമിയെ സ്ട്രെങ്തൻ ചെയ്യിക്കുന്നതിന് വേണ്ടിയിട്ട്, സൈന്യത്തെ ബലപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു സിസ്റ്റം ആണെന്ത് മൻസബ്ദാരി സിസ്റ്റം എന്ന് പറയുന്നത്. ഈ ഒരു മൻസബ്ദാരി സിസ്റ്റം ആരാണ് സ്റ്റാർട്ട് ചെയ്തത്, തുടങ്ങി വെച്ചത് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ബാബർ, ഓപ്ഷൻ ബി ഔറംഗസേബ്, ഓപ്ഷൻ സി അക്ബർ, ഓപ്ഷൻ ഡി ജഹാംഗീർ. ഇവരിൽ ആരാണ് മൻസബ്ദാരി സിസ്റ്റം സ്റ്റാർട്ട് ചെയ്തത് എന്നാണ് ക്വസ്റ്റ്യൻ. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി അക്ബർ ആണ്. അക്ബർ ആണ് എന്ത് ചെയ്യുന്നത്, ഒരു കറക്റ്റ് പ്രോസസ്സിൽ അല്ലെങ്കിൽ എന്താണ് ഒരു സ്റ്റാൻഡേർഡ് പ്രോസസ്സിൽ എന്ത് ചെയ്യുന്നത് ഈ ഒരു മൻസബ്ദാരി സിസ്റ്റം സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിന് മുന്നേ ബിറ്റ്സ് ആൻഡ് പീസസ് ആയിട്ട്, അതായത് ഇതിന്റെ ചില രീതിയിലുള്ള ഈ ഒരു മൻസബ്ദാരി സിസ്റ്റത്തിന് സിമിലർ ആയിട്ടുള്ള ചില സിസ്റ്റങ്ങൾ എക്സിസ്റ്റ് ചെയ്തിരുന്നു. ബട്ട് സ്റ്റിൽ മൻസബ്ദാരി സിസ്റ്റം ഒരു കറക്റ്റ് സിസ്റ്റം ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് അക്ബർ ആണ്. ഇനി എന്താണ് ഈ മൻസബ്ദാരി സിസ്റ്റം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മിലിറ്ററി ഓഫീസേഴ്സിന് എന്ത് ചെയ്യും, അവരുടെ റാങ്കിനനുസരിച്ച് ടൈറ്റിൽസ് കൊടുക്കും. സോ അതിനെ വിളിക്കുന്ന പേരാണെന്ത് മൻസബ്. സോ മൻസബ് എന്ന് പറയുന്ന മിലിറ്ററി ഓഫീസേഴ്സിന് കൊടുക്കുന്ന റാങ്കിനെ വിളിക്കുന്ന പേരാണെന്ത് മൻസബ്. സോ മൻസബ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിലിറ്ററി ഓഫീഷ്യൽസിന്, മിലിറ്ററിയിലുള്ള ഓഫീഷ്യൽസിന് ഓരോ റാങ്ക് അസൈൻ ചെയ്യും. അതിനെ വിളിക്കുന്ന പേരാണെന്ത് മൻസബ് എന്ന് പറയുന്നത്. ഇപ്പൊ മിലിറ്ററിയിൽ കേണൽ, ലെഫ്റ്റനന്റ് കേണൽ അങ്ങനെയുള്ള റാങ്കുകൾ ഉണ്ടല്ലോ. അതുപോലെ തന്നെ അക്ബറിന്റെ ടൈമിൽ മിലിറ്ററിയിലുള്ള ഓഫീഷ്യൽസിന് എന്ത് ചെയ്യുമായിരുന്നു, റാങ്കുകൾ അസൈൻ ചെയ്യുമായിരുന്നു, റാങ്കുകൾ അലോട്ട് ചെയ്ത് കൊടുക്കുമായിരുന്നു. ആ റാങ്ക് ആണെന്ത് മൻസബ് എന്ന് പറയുന്നത്. സോ ഓരോ റാങ്കിലുള്ള ഓരോ റാങ്കിനനുസരിച്ചായിരിക്കും അല്ലെങ്കിൽ ഓരോ മൻസബിനനുസരിച്ചായിരിക്കും. സോ മൻസബ് എന്ന് പറയുന്നത് ബേസിക്കലി എന്താണ്, റാങ്ക് ആണ്. മിലിറ്ററിയിലുള്ള ഒഫീഷ്യൽസിന് കൊടുക്കുന്ന റാങ്കിനെ വിളിക്കുന്ന പേരായിരുന്നു മൻസബ്. സോ ഓരോ മൻസബിലുള്ളവർ അല്ലെങ്കിൽ ഓരോ റാങ്കിലുള്ളവരുടെയും സാലറി വ്യത്യാസമായിരുന്നു. അതുപോലെ തന്നെ അവർക്കുള്ള റെസ്പോൺസിബിലിറ്റീസും വ്യത്യാസമായിരുന്നു. സോ ഈ മൻസബിനെ ബേസ് ചെയ്തിട്ടാണ് അല്ലെങ്കിൽ റാങ്കിനെ ബേസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, അവരുടെ സാലറി, അവരുടെ ശമ്പളം ഡിസൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അവരുടെ സ്റ്റാറ്റസും ഈ ഒരു മൻസബ് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആർമിയുടെ സ്ട്രെങ്തും എന്ത് ചെയ്യുന്നത് ഡിറ്റർമിൻ ചെയ്യുന്നത്. സോ അക്ബറിന്റെ ടൈമിൽ മിലിറ്ററിയിലുള്ള ഒഫീഷ്യൽസിന് റാങ്കുകൾ അസൈൻ ചെയ്യുമായിരുന്നു. ആ റാങ്കിനെ വിളിക്കുന്ന പേരാണെന്ത് മൻസബ് എന്ന് പറയുന്നത്. സോ ഓരോ മൻസബിനനുസരിച്ചായിരിക്കും അല്ലെങ്കിൽ ഓരോ റാങ്കിനനുസരിച്ചായിരിക്കും അവരുടെ സാലറി ഫിക്സ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അവരുടെ സ്റ്റാറ്റസ്, സൊസൈറ്റിയിലുള്ള അവരുടെ സ്റ്റാറ്റസ് ഡിറ്റർമിൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഓരോ റാങ്കിലുള്ള മൻസബിനും ഇത്ര ആൾക്കാരെ, ഇത്ര കാലാൾപ്പടയം മെയിൻറ്റെയിൻ ചെയ്യണം എന്നൊരു റെഗുലേഷൻ ഉണ്ടായിരുന്നു. അതായത് ഓരോ ഒരു മൻസബിലുള്ളവർ ഇത്ര കാലാൾപ്പടയം മെയിൻറ്റെയിൻ ചെയ്യണം. അതിന് തൊട്ട് മുകളിലുള്ള മൻസബിലുള്ളവർ എന്ത് ചെയ്യണം, അതിനേക്കാളും കുറച്ചും കൂടി കാലാൾപ്പടയം എന്ത് ചെയ്യേണ്ടി വരും, മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരും. സോ ഇങ്ങനെ ആർമിക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, കാലാൾപ്പടയം മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് ഈ മൻസബ്സിന്റെ ഡ്യൂട്ടി ആയിരുന്നു. ഇതാണ് മൻസബ്ദാരി സിസ്റ്റം എന്ന് പറയുന്നത്. സോ മൻസബ്ദാരി സിസ്റ്റം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിലിറ്ററിയിലുള്ള ഓഫീഷ്യൽസിന് റാങ്കുകൾ അലോട്ട് ചെയ്യുമായിരുന്നു. ആ റാങ്കിനെ വിളിക്കുന്ന പേരാണ് മൻസബ്. ഈ മൻസബിനനുസരിച്ചാണ് അവരുടെ സാലറി ഡിറ്റർമിൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ അവരുടെ സ്റ്റാറ്റസും സൊസൈറ്റിയിൽ അവർക്കുള്ള വിലയും എന്ത് ചെയ്യുന്നത് ഈ മൻസബിനനുസരിച്ചായിരിക്കും ഡിറ്റർമിൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഓരോ മൻസബിനും രാജാവിന് വേണ്ടിയിട്ട്, എംപറർക്ക് വേണ്ടിയിട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഒരു ഫിക്സഡ് നമ്പർ ഓഫ് കാവലറി മാൻ അല്ലെങ്കിൽ ഓരോ മൻസബും എന്ത് ചെയ്യണം, മിലിറ്ററിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സൈന്യത്തിന് വേണ്ടിയിട്ട് ഒരു ഫിക്സഡ് നമ്പർ ഓഫ് കാലാൾപ്പട എന്ത് ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നു, മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. സോ അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ആർമിയെ സ്ട്രെങ്തൻ ചെയ്തുകൊണ്ടിരുന്നത് അണ്ടർ ദി മൻസബ്ദാരി സിസ്റ്റം.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The first volume of Akbarnama dealt with the history of. അക്ബർനാമയുടെ ആദ്യത്തെ വോളിയം, അക്ബർനാമ എന്ന് പറയുന്നത് അക്ബറിന്റെ ബയോഗ്രഫി എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ അക്ബറിന്റെ ആ ഒരു ഡീറ്റെയിൽസ് ഉള്ള ബുക്കാണ് എന്ത് അക്ബർനാമ എന്ന് പറയുന്നത്. ഈ അക്ബർനാമയ്ക്ക് എന്തുണ്ട്, 3 വോളിയംസ് ഉണ്ട്. സോ 3 പാർട്ടായിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്, അക്ബർനാമ എഴുതപ്പെട്ടിരിക്കുന്നത്. 3 വോളിയംസ് അല്ലെങ്കിൽ 3 ഭാഗങ്ങളായിട്ടാണ് അക്ബർനാമ എഴുതപ്പെട്ടിരിക്കുന്നത്. ഇതിൽ ഫസ്റ്റ് വോളിയം, അക്ബർനാമയിലെ ഫസ്റ്റ് വോളിയം എന്തിനെ കുറിച്ചാണ് ഡീല് ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് വോളിയത്തിൽ നമുക്ക് എന്താണ് കാണാൻ സാധിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് അക്ബർസ് ആൻസിസ്റ്റേഴ്സ്, അക്ബറിന്റെ ആൻസിസ്റ്റേഴ്സ്. സോ അക്ബറിന്റെ ആൻസിസ്റ്റേഴ്സിനെ കുറിച്ചുള്ള കാര്യമാണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് ഫസ്റ്റ് വോളിയത്തിൽ കാണാനായിട്ട് സാധിക്കുന്നത്. അക്ബർനാമ എന്ന് പറയുന്നത് അക്ബറിന്റെ ജീവചരിത്രമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ബുക്കാണ്. ഇതിന് 3 ഭാഗങ്ങളുണ്ട്, 3 വോളിയംസ് ഉണ്ട്. അതിൽ ഫസ്റ്റ് വോളിയം, ആദ്യത്തെ ഭാഗം എന്ന് പറയുന്നത് അക്ബറിന്റെ ആൻസിസ്റ്റേഴ്സ് അല്ലെങ്കിൽ അക്ബറിന്റെ എന്താണ് അക്ബറിന്റെ ആൻസിസ്റ്റേഴ്സിനെ കുറിച്ച് അല്ലെങ്കിൽ അക്ബറിന്റെ പിതൃക്കന്മാരെ കുറിച്ചാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു ഫസ്റ്റ് വോളിയം, ആദ്യത്തെ ഭാഗം എന്ത് ചെയ്യുന്നത് ഡീല് ചെയ്യുന്നത്. ഇനി രണ്ടാമത്തെ ഭാഗം സെക്കൻഡ് വോളിയം എന്തിനെ കുറിച്ച് ഡീല് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫസ്റ്റ് വോളിയം എന്ന് പറയുന്നത് അക്ബറിന്റെ ആൻസിസ്റ്റേഴ്സിനെ കുറിച്ചാണ് എന്ത് ചെയ്യുന്നത് ഡീല് ചെയ്യുന്നത്. അക്ബറിന്റെ ആൻസിസ്റ്റേഴ്സ് അല്ലെങ്കിൽ അക്ബറിന്റെ പിതൃക്കന്മാരെ കുറിച്ചാണ് എന്ത് ചെയ്യുന്നത് ഫസ്റ്റ് വോളിയം ഡീല് ചെയ്യുന്നത്. ഇനി അക്ബർനാമയുടെ സെക്കൻഡ് വോളിയം എന്ന് പറയുന്നത് എന്താണ്, അക്ബറിന്റെ ടൈമിൽ ഉണ്ടായിരുന്ന ഡീറ്റെയിൽസ് അല്ലെങ്കിൽ അക്ബർ റൂൾ ചെയ്തിരുന്ന ആ സമയത്തെ കാര്യങ്ങളാണ് സെക്കൻഡ് വോളിയത്തിൽ എന്ത് ചെയ്തിരിക്കുന്നത് എഴുതപ്പെട്ടിരിക്കുന്നത്. അക്ബർനാമയുടെ രണ്ടാമത്തെ ഭാഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നത് അക്ബറിന്റെ റൂളിംഗ് ടൈമിൽ അല്ലെങ്കിൽ അക്ബറിന്റെ ഭരണകാലത്തുണ്ടായിരുന്ന കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത് സെക്കൻഡ് വോളിയത്തിനകത്ത് എഴുതിയിരിക്കുന്നത്. ഇനി തേർഡ് വോളിയത്തിനകത്ത് അക്ബറിന്റെ അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ അക്ബർ എങ്ങനെയാണ് തന്റെ അഡ്മിനിസ്ട്രേഷൻ നടത്തിയിരുന്നത് എന്നുള്ള കാര്യമാണ് എന്ത് ചെയ്യുന്നത് തേർഡ് വോളിയത്തിനകത്ത് എഴുതിയിരിക്കുന്നത്. ആൻഡ് ഈ തേർഡ് വോളിയത്തിനെ വിളിക്കുന്ന പേരാണെന്ത് ഐൻ ഐ അക്ബാരി. ഐൻ ഐ അക്ബാരി എന്ന് പറയുന്നത് ഈ അക്ബർനാമയുടെ 3ാമത്തെ ഭാഗത്തിന് വിളിക്കുന്ന പേരാണ്. അക്ബർനാമയുടെ 3ാമത്തെ ഭാഗത്തിനാണ് എന്ത് ചെയ്യുന്നത് ഐൻ ഐ അക്ബാരി എന്ന് വിളിക്കുന്നത്. ഈ ഒരു ഐൻ ഐ അക്ബാരിയിലുള്ളത് അക്ബറിന്റെ ടൈമിൽ ഉണ്ടായിരുന്ന അഡ്മിനിസ്ട്രേഷനും അതുപോലെ തന്നെ കൾച്ചറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് എന്ത് ചെയ്തിരിക്കുന്നത് ഈ ഒരു തേർഡ് വോളിയം ആയിട്ടുള്ള ഐൻ ഐ അക്ബാരിക്കകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഇനി അക്ബർനാമ എഴുതിയത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അബുൽ ഫസൽ. അബുൽ ഫസൽ ആണ് എന്ത് ചെയ്തിരിക്കുന്നത് അക്ബർനാമ എഴുതിയിരിക്കുന്നത്. അബുൽ ഫസൽ ആണ് അക്ബർനാമ എഴുതിയിരിക്കുന്നത്. അക്ബർനാമയ്ക്ക് 3 ഭാഗങ്ങൾ, 3 വോളിയംസ് ഉണ്ട്. ആദ്യത്തെ ഭാഗം ഫസ്റ്റ് വോളിയം എന്ന് പറയുന്ന അക്ബറിന്റെ ആൻസിസ്റ്റേഴ്സിനെ കുറിച്ച് അല്ലെങ്കിൽ അക്ബറിന്റെ പിതൃക്കന്മാരെ കുറിച്ച് ആണ് എന്ത് ചെയ്യുന്നത് ഡീല് ചെയ്യുന്നത്. സെക്കൻഡ് വോളിയം രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് അക്ബറിന്റെ ഭരണകാലത്തുണ്ടായിരുന്ന സംഭവങ്ങളെ കുറിച്ചാണ് എന്ത് ചെയ്യുന്നത് ഡീറ്റെയിൽ ചെയ്യുന്നത്. 3ാമത്തെ വോളിയം 3ാമത്തെ ഭാഗത്തിനെ വിളിക്കുന്ന പേരാണെന്ത് ഐൻ ഐ അക്ബാരി എന്ന് പറയുന്നത്. ഈ ഐൻ ഐ അക്ബാരിയിലാണ് അക്ബറിന്റെ ഭരണകാലത്തുണ്ടായിരുന്ന അഡ്മിനിസ്ട്രേഷന്റെ ഡീറ്റെയിൽസും എക്കോണമിയുടെ ഡീറ്റെയിൽസും കൾച്ചറിന്റെ ഡീറ്റെയിൽസും എല്ലാം എന്ത് ചെയ്തിരിക്കുന്നത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. സോ അക്ബർ എങ്ങനെയാണ് തന്റെ രാജ്യം ഭരിച്ചിരുന്നത് ആ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള അഡ്മിനിസ്ട്രേഷന്റെ ഡീറ്റെയിൽസ് ആണ് 3ാമത്തെ വോളിയം ആയിട്ടുള്ള ഐൻ ഐ അക്ബാരിയിൽ കാണാനായിട്ട് സാധിക്കുന്നത്. ആൻഡ് അക്ബർനാമ ഈ 3 വോളിയംസും അല്ലെങ്കിൽ അക്ബർനാമ എഴുതിയിരിക്കുന്നത് അബുൽ ഫസൽ ആണ്. ആൻഡ് next question. Which Mughal ruler was responsible for the execution of Guru Tej Bahadur in 1675? 1675 ഗുരു തേജ് ബഹാദൂറിന്റെ എക്സിക്യൂഷൻ അല്ലെങ്കിൽ ഗുരു തേജ് ബഹാദൂറിനെ വധശിക്ഷയ്ക്ക് വിധിച്ച മുഗൾ റൂളർ ആരായിരുന്നു എന്നാണ് ക്വസ്റ്റ്യൻ. 1675 ഗുരു തേജ് ബഹാദൂറിനെ വധശിക്ഷയ്ക്ക് വിധിച്ച മുഗൾ റൂളർ ആരാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ജഹാംഗീർ, ഓപ്ഷൻ ബി അക്ബർ, ഓപ്ഷൻ സി ഔറംഗസേബ്, ഓപ്ഷൻ ഡി ഷാജഹാൻ. ഗുരു തേജ് ബഹാദൂറിനെ 1675 വധശിക്ഷയ്ക്ക് വിധിച്ച മുഗൾ റൂളർ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് വാസ് ഔറംഗസേബ്. ഔറംഗസേബ് ആണ് എന്ത് ചെയ്യുന്നത് 1675 മുഗൾ സിഖ്
ലീഡർ ആയിട്ടുള്ള ഗുരു തേജ് ബഹാദൂറിനെ, സിഖ് ഗുരു ആയിട്ടുള്ള ഗുരു തേജ് ബഹാദൂറിനെ എന്ത് ചെയ്യുന്നത്, വധശിക്ഷയ്ക്ക് വിധിക്കുന്നത്. അതായത് ഗുരു തേജ് ബഹാദൂർ എന്തിനു സമ്മതിച്ചില്ല, ഇസ്ലാമിലേക്ക് മതം മാറാനായിട്ട് സമ്മതിച്ചില്ല. സിഖിൽ നിന്ന് അല്ലെങ്കിൽ സിഖ് മതത്തിൽ നിന്ന് മുസ്ലിം മതത്തിലേക്ക് മതം മാറാനായിട്ട് ഗുരു തേജ് ബഹാദൂർ എന്ത് ചെയ്തില്ല, സമ്മതിച്ചില്ല. അതിനായിട്ടാണ് എന്ത് ചെയ്യുന്നത്, 1675 ഔറംഗസേബ് എന്ത് ചെയ്യുന്നത്, അദ്ദേഹത്തെ വധശിക്ഷയ്ക്ക് വിധിക്കുന്നത്. ആൻഡ് ഗുരു തേജ് ബഹാദൂർ എന്ന് പറയുന്നത് സിഖ് ഗുരുക്കന്മാരിലെ 9ാമത്തെ ഗുരുവാണ്. സോ 9th സിഖ് ഗുരു ആണെന്ത്, ഗുരു തേജ് ബഹാദൂർ എന്ന് പറയുന്നത്. ഗുരു തേജ് ബഹാദൂർ എന്ന് പറയുന്നത് 9ാമത്തെ സിഖ് ഗുരുവാണ്. സോ ഈ 9ാമത്തെ സിഖ് ഗുരു ആയിട്ടുള്ള ഗുരു തേജ് ബഹാദൂർ സിഖ് മതത്തിൽ നിന്ന് ഇസ്ലാം മതത്തിലേക്ക് മതം മാറാനായിട്ട് സമ്മതിച്ചില്ല. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഔറംഗസേബ് 1675 അദ്ദേഹത്തെ വധശിക്ഷയ്ക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നത്, വിധിക്കുന്നത്. Next question. Who is the author of the book Geet Govindam written during the medieval India? മിഡീവൽ ഇന്ത്യ ടൈംസിൽ ഗീത് ഗോവിന്ദം എന്നുള്ള ബുക്ക് എഴുതിയത് ആരാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആരാണ് ഈ ഒരു ഗീത് ഗോവിന്ദത്തിന്റെ ഓദർ, രചയിതാവ് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ മീരാബായ്, ഓപ്ഷൻ ബി തുളസിദാസ്, ഓപ്ഷൻ സി കബീർ, ഓപ്ഷൻ ഡി ജയദേവ്. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ജയദേവ് ആണ്. ജയദേവ് ആണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഈ ഒരു ഗീത് ഗോവിന്ദ് എന്നുള്ള ഈ ഒരു ബുക്ക് എഴുതിയിരിക്കുന്നത്. ആൻഡ് ഏത് ലാംഗ്വേജിൽ, ഏത് ഭാഷയിലാണ് ഇത് എഴുതിയിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാൻസ്ക്രിറ്റ്, സംസ്കൃതത്തിൽ എഴുതപ്പെട്ടിട്ടുള്ള ബുക്കാണ് എന്ത്, ഈ ഒരു ഗീത് ഗോവിന്ദ് എന്ന് പറയുന്നത്. ഗീത് ഗോവിന്ദ് എന്നുള്ള ഈ ഒരു ബുക്ക് സംസ്കൃതത്തിൽ, സാൻസ്ക്രിറ്റിലാണ് എന്ത് ചെയ്തിരിക്കുന്നത്, എഴുതപ്പെട്ടിരിക്കുന്നത്. ആൻഡ് ഈ ഒരു ബുക്കിനകത്ത് എന്താണ് ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃഷ്ണനും രാധയും തമ്മിലുള്ള, സോ ലോർഡ് കൃഷ്ണ, സോ കൃഷ്ണനും അതുപോലെ തന്നെ രാധയും തമ്മിലുള്ള ഡിവൈൻ ലവിനെ കുറിച്ച് പറയുന്ന അല്ലെങ്കിൽ പ്രണയത്തിനെ കുറിച്ച് പറയുന്ന, കൃഷ്ണന്റെയും രാധയുടെയും പ്രണയത്തിനെ കുറിച്ച് പറയുന്ന ബുക്കാണെന്ത്, ഈ ഒരു ഗീത് ഗോവിന്ദ് എന്ന് പറയുന്നത്. കൃഷ്ണന്റെയും അതുപോലെ തന്നെ രാധയുടെയും പ്രണയത്തിനെ കുറിച്ച് പറയുന്ന ബുക്കാണെന്ത്, ഗീത് ഗോവിന്ദ് എന്ന് പറയുന്നത്. എഴുതിയിരിക്കുന്നത് ജയദേവ് ആണ്. ആൻഡ് എഴുതിയിരിക്കുന്ന ഭാഷ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇത് എഴുതപ്പെട്ടിരിക്കുന്ന ലാംഗ്വേജ് എന്ന് പറയുന്നത് സാൻസ്ക്രിറ്റ്, സംസ്കൃതത്തിലാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഈ ഒരു ബുക്ക് എഴുതപ്പെട്ടിരിക്കുന്നത്. Next question. The Treaty of Salbai was signed in which year, settling the first Anglo-Maratha War? ഫസ്റ്റ് ആംഗ്ലോ മറാത്ത വോർ, ആദ്യത്തെ ആംഗ്ലോ മറാത്ത വോർ അവസാനിക്കുന്നത് ഈ ട്രീറ്റി ഓഫ് സാൽബായ് സൈൻ ചെയ്തുകൊണ്ടാണ്. ഇത് ഏത് വർഷമാണ് അല്ലെങ്കിൽ എന്നാണ് സൈൻ ചെയ്തത് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ജൂൺ 1782, ഓപ്ഷൻ ബി മെയ് 1782, ഓപ്ഷൻ സി ഏപ്രിൽ 1782 ആൻഡ് ഓപ്ഷൻ ഡി ഓഗസ്റ്റ് 1782. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് മെയ് 1782 ആണ്. മെയ് 1782 എന്ത് ചെയ്യുന്നത്, ട്രീറ്റി ഓഫ് സാൽബായ് സൈൻ ചെയ്യുന്നത്. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി, ബ്രിട്ടീഷുകാരും അതുപോലെ തന്നെ മറാത്താസും തമ്മിലാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ട്രീറ്റി സൈൻ ചെയ്യുന്നത്. സോ ബ്രിട്ടീഷും മറാത്താസും തമ്മിൽ സൈൻ ചെയ്തിട്ടുള്ള ട്രീറ്റി ആണെന്ത്, ഈ ഒരു ട്രീറ്റി ഓഫ് സാൽബായ് എന്ന് പറയുന്നത്. ഇനി ആരൊക്കെ തമ്മിലാണ് ഇത് സൈൻ ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്രിട്ടീഷുകാരെ റെപ്രസെന്റ് ചെയ്ത് വോറൻ ഹേസ്റ്റിങ്സ്. സോ വോറൻ ഹേസ്റ്റിങ്സും അതുപോലെ തന്നെ മഹാദ്ജി ഷിൻഡെ, വോറൻ ഹേസ്റ്റിങ്സ് ആൻഡ് മഹാദ്ജി ഷിൻഡെ, ഇവർ രണ്ടുപേരും തമ്മിൽ എഴുതിയ കരാറാണ്, എഴുതിയ സമ്മത മൂല്യ ട്രീറ്റി ആണെന്ത്, ഈ ഒരു ട്രീറ്റി ഓഫ് സാൽബായ് എന്ന് പറയുന്നത്. സോ ട്രീറ്റി ഓഫ് സാൽബായ് ആരൊക്കെ തമ്മിലാണ് സൈൻ ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ റെപ്രസെന്റ് ചെയ്ത് വോറൻ ഹേസ്റ്റിങ്സും മറാത്താസിനെ റെപ്രസെന്റ് ചെയ്ത് മഹാദ്ജി ഷിൻഡെയാണ്. സോ ബ്രിട്ടീഷുകാരെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് ബ്രിട്ടീഷുകാരെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് വോറൻ ഹേസ്റ്റിങ്സും മറാത്താസിനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ മറാത്താസിന്റെ ബിഹാഫിൽ മഹാദ്ജി ഷിൻഡെയും തമ്മിലാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ട്രീറ്റി ഓഫ് സാൽബായ് സൈൻ ചെയ്യുന്നത്. സൈൻ ചെയ്യപ്പെട്ടിട്ടുള്ള ഇയർ എന്ന് പറയുന്നത് മെയ് 1782 ആണ്. മെയ് 1782 എന്ത് ചെയ്യുന്നത്, ഈ ഒരു ട്രീറ്റി സൈൻ ചെയ്യുന്നത്. ആൻഡ് ഈ ഒരു ട്രീറ്റിക്ക് ശേഷമാണ് എന്ത് ചെയ്യുന്നത്, ആദ്യത്തെ ആംഗ്ലോ മറാത്ത വോർ അവസാനിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് സിഖ് ഗുരു എസ്റ്റാബ്ലിഷ് ദ ഖൽസ പന്ത്? ഖൽസ പന്ത് എന്നുള്ള ഈ ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഖൽസ പന്ത് എന്നുള്ള ഈ ഒരു യൂണിറ്റ് സ്ഥാപിച്ചത് ഏത് സിഖ് ഗുരു ആണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ഗുരു നാനാക് ജി, ഓപ്ഷൻ ബി ഗുരു തേജ് ബഹാദൂർ ജി, ഓപ്ഷൻ സി ഗുരു ഹർ ഗോബിന്ദ് ജി ആൻഡ് ഓപ്ഷൻ ഡി ഗുരു ഗോബിന്ദ് സിംഗ് ജി. ഇവരിൽ ആരാണ് ഖൽസ പന്ത് സ്ഥാപിച്ചത് എന്നാണ് ക്വസ്റ്റ്യൻ.
സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, ഗുരു ഗോബിന്ദ് സിംഗ് ജി. ഗുരു ഗോബിന്ദ് സിംഗ് ജി ആണ് എന്ത് ചെയ്യുന്നത്, ഈ കൽസ പന്ത് എന്നുള്ള ഓർഗനൈസേഷൻ എന്ത് ചെയ്യുന്നത്, എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ആൻഡ് ഇത് എന്നാണ് എസ്റ്റാബ്ലിഷ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 15th April 1699. 15 April 1699. സോ 15th April 1699. 15 April 1699. ഇത് സോറി 15 അല്ല 13. So 13th April 1699. So 13th April 1699 ആണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു കൽസ പന്ത് എന്നുള്ള ആ ഒരു യൂണിറ്റ് ഓർഗനൈസേഷൻ എന്ത് ചെയ്യുന്നത്, ഗുരു ഗോബിന്ദ് സിംഗ് ജി സ്ഥാപിക്കുന്നത്. സോ കൽസ പന്ത് എന്ന് പറയുന്നത് സിഖുകാരെ ഇൻവോൾവ് ചെയ്തിട്ടുള്ള ഒരു യൂണിറ്റ് അല്ലെങ്കിൽ ഓർഗനൈസേഷൻ ആണ്. സിഖുകാരുടെ അഭിമാനം ഉയർത്തിപ്പിടിക്കുന്നതിന് വേണ്ടിയിട്ടും ഇന്നസെന്റ് ആയിട്ടുള്ളവരെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അവരുടെ റൈറ്റ്സ്, അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടും ഗുരു ഗോബിന്ദ് സിംഗ് ജി സ്ഥാപിച്ചിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു യൂണിറ്റ് ആണെന്ത്, ഈ ഒരു കൽസ പന്ത് എന്ന് പറയുന്നത്. എന്നാണ് ഇത് സ്ഥാപിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 13th April 1699. 13 ഏപ്രിൽ 1699. 1699 എന്ത് ചെയ്യുന്നത്, ഈ ഒരു യൂണിറ്റ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ആൻഡ് ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ബൈസാഖി ഫെസ്റ്റിവലിന്റെ ടൈമിലാണ്. സോ 1699 13th April ബൈസാഖി ഫെസ്റ്റിവലിന്റെ ദിവസം. സോ ബൈസാഖി, പഞ്ചാബിലെ ബൈസാഖി ഫെസ്റ്റിവലിന്റെ ദിവസത്തിലാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു കൽസ പന്ത് എന്നുള്ള യൂണിറ്റ് എന്ത് ചെയ്യുന്നത്, എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹു ഡൈഡ് ഇൻ ദി 4th Anglo-Mysore War അറ്റ് ശ്രീരംഗപട്ടണം? ശ്രീരംഗപട്ടണത്ത് വെച്ച് നടന്നിട്ടുള്ള 4ാമത്തെ ആംഗ്ലോ മൈസൂർ വോർ, അതായത് ബ്രിട്ടീഷുകാരും മൈസൂർ രാജവംശവും തമ്മിലുള്ള അല്ലെങ്കിൽ മൈസൂർ കിങ്ഡവും തമ്മിലുള്ള 4ാമത്തെ യുദ്ധത്തിൽ, 4th Anglo-Mysore War ശ്രീരംഗപട്ടണത്ത് വെച്ചിട്ടാണ് നടന്നത്. ആ ഒരു യുദ്ധത്തിൽ ആരാണ് മരണപ്പെട്ടത് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ഹൈദർ അലി, ഓപ്ഷൻ ബി തിമ്മരാജ വടയാർ ഫസ്റ്റ്, ഓപ്ഷൻ സി തിരുമല ദേവരായ ആൻഡ് ഓപ്ഷൻ ഡി ടിപ്പു സുൽത്താൻ. 4ാമത്തെ ആംഗ്ലോ മൈസൂർ വോർ, ബ്രിട്ടീഷുകാരും മൈസൂർ രാജവംശവും അല്ലെങ്കിൽ മൈസൂർ കിങ്ഡവും തമ്മിലുള്ള 4ാമത്തെ ആംഗ്ലോ മൈസൂർ വോറിൽ ശ്രീരംഗപട്ടണത്ത് വെച്ച് മരണപ്പെട്ടത് ആരാണ് എന്നാണ് ക്വസ്റ്റ്യൻ. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ടിപ്പു സുൽത്താൻ. സോ ടിപ്പു സുൽത്താൻ ആണ് 4ാമത്തെ ആംഗ്ലോ മൈസൂർ വോറിൽ, 4th Anglo-Mysore വോറിൽ എന്ത് ചെയ്യുന്നത്, ശ്രീരംഗപട്ടണത്ത് വെച്ചിട്ട് മരണപ്പെടുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, who among the following elects the vice president of India? ഇന്ത്യയിൽ വൈസ് പ്രസിഡന്റിനെ ഇലക്ട് ചെയ്യുന്നത് ആര് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ദ മെമ്പേഴ്സ് ഓഫ് ദി പാർലമെന്റ് ആൻഡ് ദ സ്റ്റേറ്റ് ലെജിസ്ലേച്ചേഴ്സ്, ഓപ്ഷൻ ബി ദ മെമ്പേഴ്സ് ഓഫ് ദി രാജ്യസഭ, ഓപ്ഷൻ സി ദ മെമ്പേഴ്സ് ഓഫ് ബോത്ത് ദി ഹൗസസ് ഓഫ് ദി പാർലമെന്റ്, ഓപ്ഷൻ ഡി ദ ഇലക്ടഡ് മെമ്പേഴ്സ് ഓഫ് ദി പാർലമെന്റ്. ഇവരിൽ ആരാണ് വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ, ഇന്ത്യൻ വൈസ് പ്രസിഡന്റിനെ ഇലക്ട് ചെയ്യുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, മെമ്പേഴ്സ് ഓഫ് ബോത്ത് ഹൗസസ് ഓഫ് ദി പാർലമെന്റ്. നമുക്കറിയാം പാർലമെന്റിന് 2 ഹൗസസ് ഉണ്ട്, ലോക്സഭയുണ്ട് അതുപോലെ തന്നെ രാജ്യസഭയുണ്ട്. പാർലമെന്റിന് 2 ഹൗസസ് ഉണ്ട്. ഒന്ന് എന്ന് പറയുന്നത് ലോക്സഭയാണ്, 2ാമത്തെ ഹൗസ് എന്ന് പറയുന്നത് ഏതാണ്, രാജ്യസഭയാണ്. ഈ ലോക്സഭയിലെയും രാജ്യസഭയിലെയും മെമ്പേഴ്സ്, ഈ മെമ്പേഴ്സ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഇലക്ടഡ് മെമ്പേഴ്സ്, തിരഞ്ഞെടുക്കപ്പെട്ടുള്ള മെമ്പേഴ്സും ഉണ്ട്, അതുപോലെ തന്നെ നോമിനേറ്റഡ് മെമ്പേഴ്സും ഉണ്ട്. നോമിനേഷൻ വഴി ഈ ഹൗസസിലേക്ക് എത്തിയ മെമ്പേഴ്സും ഉണ്ട്. ഇവർ 2 പേരും ചേർന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്, വൈസ് പ്രസിഡന്റിനെ ഇലക്ട് ചെയ്യുന്നത്. സോ വൈസ് പ്രസിഡന്റിനെ ആരാണ് ഇലക്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാർലമെന്റിലെ 2 ഹൗസസിലുള്ള മെമ്പേഴ്സ്. 2 ഹൗസസ് ഏതൊക്കെയാണ്, ലോക്സഭയും രാജ്യസഭയും. സോ പാർലമെന്റിൽ ലോക്സഭയിലും രാജ്യസഭയിലുള്ള ഇലക്ടഡ് മെമ്പേഴ്സും നോമിനേറ്റഡ് മെമ്പേഴ്സും, തെരഞ്ഞെടുക്കപ്പെട്ട മെമ്പേഴ്സും നോമിനേഷൻ വഴി എത്തിയിട്ടുള്ള മെമ്പേഴ്സും, ഇവരെല്ലാവരും കൂടെ ചേർന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്, വൈസ് പ്രസിഡന്റിനെ ഇലക്ട് ചെയ്യുന്നത്. സോ ഈ വൈസ് പ്രസിഡന്റ് ഇലക്ഷനെ കുറിച്ച് ഡീൽ ചെയ്യുന്ന അല്ലെങ്കിൽ വൈസ് പ്രസിഡന്റിനെ ആരൊക്കെയാണ് ഇലക്ട് ചെയ്യുന്നത് എന്ന് പറയുന്ന ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ആർട്ടിക്കിൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ആർട്ടിക്കിൾ 66. ആർട്ടിക്കിൾ 66 ആണ് എന്ത് ചെയ്യുന്നത്, വൈസ് പ്രസിഡന്റിനെ ആര് ഇലക്ട് ചെയ്യും എന്നുള്ള കാര്യം പറയുന്നത്. പാർലമെന്റിന്റെ 2 ഹൗസസിലെയും മെമ്പേഴ്സ് ആയിരിക്കും വൈസ് പ്രസിഡന്റിനെ ഇലക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം പറയുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ 66ാമത്തെ ആർട്ടിക്കിൾ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which article of the Constitution of India provides that there shall be a council of ministers with the prime minister as its head to aid and advise the president who shall exercise his functions in accordance with such advice?
ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഇന്ത്യൻ ഭരണഘടനയിലെ ഏത് ആർട്ടിക്കിൾ പറയുന്നത് പ്രകാരമാണ് പ്രസിഡന്റ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന്റെ കേന്ദ്ര മന്ത്രിസഭയുടെ അഡ്വൈസിന് അല്ലെങ്കിൽ കേന്ദ്ര മന്ത്രിസഭ കൊടുക്കുന്ന ഉപദേശങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കേണ്ടത് എന്ന് പറയുന്നത്? ഇന്ത്യൻ ഭരണഘടനയിലെ ഏത് ആർട്ടിക്കിൾ പറയുന്നത് പ്രകാരമാണ് കേന്ദ്ര മന്ത്രിസഭ, പ്രൈം മിനിസ്റ്റർ, പ്രധാനമന്ത്രി തലവനായിരിക്കുന്ന കേന്ദ്ര മന്ത്രിസഭ പറയുന്ന ഉപദേശങ്ങൾക്കനുസരിച്ച് പ്രസിഡന്റ് ഫംഗ്ഷൻ ചെയ്യണം എന്ന് പറയുന്ന ആർട്ടിക്കിൾ എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ആർട്ടിക്കിൾ 79 ക്ലോസ് 1, ഓപ്ഷൻ ബി ആർട്ടിക്കിൾ 72 ക്ലോസ് 1, ഓപ്ഷൻ സി ആർട്ടിക്കിൾ 74 ക്ലോസ് 1, ഓപ്ഷൻ ഡി ആർട്ടിക്കിൾ 73 ക്ലോസ് 1. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 74 ക്ലോസ് 1 ആണ്. ആർട്ടിക്കിൾ 74 പറയുന്ന അനുസരിച്ചാണ് പ്രസിഡന്റിനെ, ഇന്ത്യൻ പ്രസിഡന്റിനെ ഉപദേശിക്കുന്നതിന് വേണ്ടിയിട്ടും നിർദ്ദേശങ്ങൾ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടും ഒരു കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്, കേന്ദ്ര മന്ത്രിസഭ വേണം. ആ കേന്ദ്ര മന്ത്രിസഭയുടെ തലവൻ പ്രൈം മിനിസ്റ്റർ ആയിരിക്കണം എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 74 ആണ്. ഇനി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്നത്, അതായത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വരുന്നത് 26 ജനുവരി 1950, 26 ജനുവരി 1950, 1950 ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വരുന്നത്. ഈ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്നപ്പോൾ ഈ ആർട്ടിക്കിൾ 74 ക്ലോസ് 1 പറയുന്നതനുസരിച്ച് പ്രസിഡന്റിനെ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് എന്ത് ചെയ്യണം? എയ്ഡ് ചെയ്യണം, അഡ്വൈസ് ചെയ്യണം എന്ന് മാത്രമേ പറഞ്ഞിരുന്നുള്ളൂ. എന്നാൽ ഈ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ ഉപദേശം പ്രസിഡന്റിന് ബാധകമാണോ, പ്രസിഡന്റിന്റെ മുകളിൽ ബൈൻഡിങ് ആണോ എന്നുള്ള കാര്യം പറഞ്ഞിരുന്നില്ല. അത് എഴുതി ചേർക്കുന്നത് 42nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ട് ഓഫ് 1976 പ്രകാരമാണ്. 42nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ട് ഓഫ് 1976 1976 42ാമത്തെ ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്, പ്രൈം മിനിസ്റ്റർ ഹെഡ് ചെയ്യുന്ന കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് കൊടുക്കുന്ന ഉപദേശങ്ങൾ പ്രൈം മിനിസ്റ്ററിന് മുകളിൽ ബാധകമാകുന്ന, അല്ലെങ്കിൽ പ്രൈം മിനിസ്റ്റർ അനുസരിച്ചേ പറ്റൂ എന്ന് പറയുന്നത് 42nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ട് ഓഫ് 1976 ആണ്. ഇനി ഒരു അമെൻമെന്റ്, ഒരു ഭരണഘടനാ ഭേദഗതി കൂടി ഇമ്പോർട്ടന്റ് ആണ്. അതാണെന്ത്? 44th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ട് ഓഫ് 1978. 1978 44ാമത്തെ ഭരണഘടനാ ഭേദഗതി പ്രകാരം ഇങ്ങനെ കിട്ടുന്ന ഉപദേശം വേണമെങ്കിൽ ഒരു തവണ പ്രസിഡന്റ് എന്ത് ചെയ്യാം? തിരിച്ചയക്കാം. കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് അല്ലെങ്കിൽ കേന്ദ്ര മന്ത്രിസഭ പുനഃപരിശോധിക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? തിരിച്ചയക്കാം എന്ന് എഴുതി ചേർക്കുന്നത് 44ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ട് പ്രകാരമാണ്. Next question. Which article of the Indian Constitution states that the Council of Ministers shall be collectively responsible to the House of the People? ഇന്ത്യൻ ഭരണഘടനയിലെ ഏത് ആർട്ടിക്കിൾ പറയുന്നതനുസരിച്ചാണ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്, അതായത് കേന്ദ്ര മന്ത്രിസഭ ഹൗസ് ഓഫ് പീപ്പിളിനോട്, ഹൗസ് ഓഫ് പീപ്പിൾ എന്ന് പറയുന്ന ഏതാണ്? ലോക്സഭ. ലോക്സഭയെ വിളിക്കുന്ന മറ്റൊരു പേരാണെന്ത്? ഹൗസ് ഓഫ് പീപ്പിൾ. ജനങ്ങളുടെ സഭ, ജനങ്ങളുടെ സഭ അല്ലെങ്കിൽ ഹൗസ് ഓഫ് ദി പീപ്പിൾ എന്ന് വിളിക്കുന്നത് ലോക്സഭയാണ്. കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്, കേന്ദ്ര മന്ത്രിസഭ ലോക്സഭയോട് ആൻസറബിൾ ആയിരിക്കും അല്ലെങ്കിൽ ലോക്സഭയോട് റെസ്പോൺസിബിൾ ആയിരിക്കും എന്ന് പറയുന്ന ആർട്ടിക്കിൾ ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ആർട്ടിക്കിൾ 80 ക്ലോസ് 4, ഓപ്ഷൻ ബി ആർട്ടിക്കിൾ 75 ക്ലോസ് 2, ഓപ്ഷൻ സി ആർട്ടിക്കിൾ 75 ക്ലോസ് 1 ആൻഡ് ഓപ്ഷൻ ഡി ആർട്ടിക്കിൾ 75 ക്ലോസ് 3. ഇതിൽ ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്, കേന്ദ്ര മന്ത്രിസഭ ലോക്സഭയോട് ആൻസറബിൾ ആയിരിക്കും അല്ലെങ്കിൽ റെസ്പോൺസിബിൾ ആയിരിക്കും, കേന്ദ്ര മന്ത്രിസഭയ്ക്ക് ലോക്സഭയോട് ഉത്തരവാദിത്തം ഉണ്ടായിരിക്കും എന്ന് പറയുന്ന ആർട്ടിക്കിൾ ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ ഡി ആണ്, ആർട്ടിക്കിൾ 75 ക്ലോസ് 3. ആർട്ടിക്കിൾ 75 ക്ലോസ് 3 പ്രകാരം, ക്ലോസ് 3 പ്രകാരമാണ് എന്ത് പറയുന്നത്? കേന്ദ്ര മന്ത്രിസഭയ്ക്ക് ഹൗസ് ഓഫ് ദി പീപ്പിൾ, ലോക്സഭയോട് ഉത്തരവാദിത്തം ഉണ്ടായിരിക്കും എന്ന് പറയുന്നത്. ഇനി ഈ ആർട്ടിക്കിൾ 75 ക്ലോസ് 1 എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആർട്ടിക്കിൾ ആണ്. ആർട്ടിക്കിൾ 75 ക്ലോസ് 1 പറയുന്ന അനുസരിച്ച് പ്രസിഡന്റ് ആണ് എന്ത് ചെയ്യുന്നത്? പ്രൈം മിനിസ്റ്ററിനെ അപ്പോയിന്റ് ചെയ്യുന്നത്. പ്രൈം മിനിസ്റ്ററിനെ അപ്പോയിന്റ് ചെയ്യുന്നത് പ്രസിഡന്റ് ആയിരിക്കും എന്ന് പറയുന്ന ആർട്ടിക്കിൾ ആണെന്ത്? ആർട്ടിക്കിൾ 75 ക്ലോസ് 1 എന്ന് പറയുന്നത്. ആൻഡ് മറ്റ് മിനിസ്റ്റേഴ്സിനെയും പ്രസിഡന്റ് തന്നെയായിരിക്കും എന്ത് ചെയ്യുന്നത്? അപ്പോയിന്റ് ചെയ്യുന്നത്. പക്ഷെ അത് പ്രൈം മിനിസ്റ്ററിന്റെ അഡ്വൈസ് പ്രകാരമായിരിക്കും. ഇതും ആർട്ടിക്കിൾ 75 ക്ലോസ് 1 പറഞ്ഞിട്ടുണ്ട്. ആർട്ടിക്കിൾ 75 ക്ലോസ് 1 പറയുന്ന അനുസരിച്ച് പ്രധാനമന്ത്രിയെ, പ്രൈം മിനിസ്റ്ററിനെ നിയമിക്കുന്നത് പ്രസിഡന്റ് ആയിരിക്കും. ആൻഡ്
മറ്റ് മിനിസ്റ്റേഴ്സിനെ, മറ്റ് മന്ത്രിമാരെ പ്രധാനമന്ത്രിയുടെ അഡ്വൈസിന്റെ ബേസിൽ അല്ലെങ്കിൽ പ്രൈം മിനിസ്റ്ററിന്റെ അഡ്വൈസിന്റെ ബേസിലായിരിക്കും എന്ത് ചെയ്യുന്നത്, പ്രസിഡന്റ് അപ്പോയിന്റ് ചെയ്യുന്നത്. സോ പ്രൈം മിനിസ്റ്ററിനെയും മറ്റ് മിനിസ്റ്റേഴ്സിനെയും അപ്പോയിന്റ് ചെയ്യുന്നത് പ്രസിഡന്റ് തന്നെയാണ്. ഏത് ആർട്ടിക്കിൾ പ്രകാരം? ആർട്ടിക്കിൾ 75 ക്ലോസ് 1 പ്രകാരം. Next question. How many ministers can be included in the Union Council of Ministers? കേന്ദ്ര മന്ത്രിസഭയിൽ എത്ര മിനിസ്റ്റേഴ്സ് വരെ ആകാം? കേന്ദ്ര മന്ത്രിസഭയിലുള്ള മന്ത്രിമാരുടെ എണ്ണം എത്രയാണ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ 15% ഓഫ് ദി ടോട്ടൽ മെമ്പേഴ്സ് ഓഫ് ലോക്സഭ, ഓപ്ഷൻ ബി 50% ഓഫ് ദി ടോട്ടൽ മെമ്പേഴ്സ് ഓഫ് ലോക്സഭ, ഓപ്ഷൻ സി 10 to 15% ഓഫ് ദി ടോട്ടൽ മെമ്പേഴ്സ് ഓഫ് ദി ലോക്സഭ, ഓപ്ഷൻ ഡി ആസ് ഡിസൈഡ് ബൈ ദ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിൽ കേന്ദ്ര മന്ത്രിസഭയിൽ എത്ര മന്ത്രിമാർ വരെ ആകാം എന്നാണ് ക്വസ്റ്റ്യൻ. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ എ ആണ് 15% ഓഫ് ദി ടോട്ടൽ മെമ്പേഴ്സ് ഓഫ് ലോക്സഭ. ലോക്സഭയിലെ ടോട്ടൽ മെമ്പേഴ്സിന്റെ 15%. ലോക്സഭയിലെ ഇപ്പോഴത്തെ ടോട്ടൽ മെമ്പേഴ്സ് എന്ന് പറയുന്നത് 543 ആണ്. ഈ 543ന്റെ 15% മാത്രമേ കേന്ദ്ര മന്ത്രിസഭയുടെ മിനിസ്റ്റേഴ്സിന്റെ എണ്ണമാകാൻ പാടുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. യൂണിയൻ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിൽ കേന്ദ്ര മന്ത്രിസഭയിൽ പറ്റാവുന്ന മാക്സിമം മന്ത്രിമാരുടെ എണ്ണം എന്ന് പറയുന്നത് 15% ഓഫ് ടോട്ടൽ മെമ്പേഴ്സ് ഓഫ് ലോക്സഭയാണ്. ലോക്സഭയിലെ ടോട്ടൽ മെമ്പേഴ്സിന്റെ എണ്ണം എത്രയാണോ, അതായത് 543, ആ 543ന്റെ 15% മാത്രമേ മിനിസ്റ്റേഴ്സിന്റെ എണ്ണമാകാൻ പാടുള്ളൂ കേന്ദ്ര മന്ത്രിസഭയിൽ എന്നാണ് എന്ത് ചെയ്യുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ഈ ഒരു കാര്യം 91st കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ആക്ട് ഓഫ് 2003, സോ 91ാമത്തെ ഭരണഘടനാ ഭേദഗതി 2003ലെ 91ാമത്തെ ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് ഇങ്ങനെ ഒരു കണ്ടീഷൻ എന്ത് ചെയ്യുന്നത്, കൊണ്ടുവരുന്നത്. 2003 മുമ്പ് വരെ കേന്ദ്ര മന്ത്രിസഭയിൽ എത്ര മിനിസ്റ്റേഴ്സ് വേണമെങ്കിലും ആവായിരുന്നു. ആ എണ്ണത്തിന് എന്തല്ലായിരുന്നു, പ്രത്യേകിച്ച് ഒരു ലിമിറ്റ് ഇല്ലായിരുന്നു. എന്നാൽ 2003 91ാമത്തെ ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് എന്ത് ചെയ്യുന്നത്, ഇങ്ങനൊരു ലിമിറ്റ് കൊണ്ടുവരുന്നത്. ലോക്സഭയുടെ ടോട്ടൽ സ്ട്രെങ്ത് എത്രയാണോ അതിന്റെ 15%-ൽ കൂടാൻ പാടില്ല എന്ന് പറഞ്ഞിരിക്കുന്നത് 91ാമത്തെ ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് ഇൻ 2003, 2003. Next question. Which of the following is not true with regard to the Attorney General of India? അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യയെ സംബന്ധിച്ചുള്ള ഈ സ്റ്റേറ്റ്മെന്റ്സിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് അല്ലാത്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ഈസ് നോട്ട് എ മെമ്പർ ഓഫ് ദി ക്യാബിനറ്റ്. അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ ക്യാബിനറ്റിലെ മെമ്പർ അല്ല. ഓപ്ഷൻ ബി ഹി ഹാസ് എ റൈറ്റ് ഓഫ് ഓഡിയൻസ് ഇൻ ഓൾ കോർട്ട്സ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ എല്ലാ കോടതികളിലും അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യക്ക് എന്താവാൻ സാധിക്കും, ഒരു കാഴ്ചക്കാരനായിട്ട് ഇരിക്കാനായിട്ട് സാധിക്കും. ഓപ്ഷൻ സി ഹി ഹാസ് എ റൈറ്റ് ഓഫ് വോട്ട് ഇൻ ദ പാർലമെന്റ്. പാർലമെന്റിൽ വോട്ട് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. ഓപ്ഷൻ ഡി ഹി ഹാസ് എ റൈറ്റ് ടു സ്പീക്ക് ഇൻ ദി ഹൗസ് ഓഫ് ദി പാർലമെന്റ്. പാർലമെന്റിന്റെ 2 ഹൗസസിലും സംസാരിക്കാനുള്ള അവകാശമുണ്ട്. ഇതിലേതാണ് അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യയെ സംബന്ധിച്ച് ശരിയല്ലാത്തത്, നോട്ട് ട്രൂ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, ഹി ഹാസ് എ റൈറ്റ് ടു വോട്ട് ഇൻ പാർലമെന്റ്. അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യക്ക് എന്തില്ല, പാർലമെന്റിൽ വോട്ട് ചെയ്യാനായിട്ടുള്ള അവകാശം ഇല്ല. ഇനി അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യയെ കുറിച്ച് പറയുന്ന ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ, ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർട്ടിക്കിൾ 76. ആർട്ടിക്കിൾ 76 ഇന്ത്യൻ ഭരണഘടനയിലെ 76ാമത്തെ ആർട്ടിക്കിൾ പ്രകാരമാണ് എന്ത് ചെയ്യുന്നത്, അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ എന്നുള്ള ഒരു ഓഫീസ് എന്ത് ചെയ്തിരിക്കുന്നത്, എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ദി അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് എന്താണ്, യൂണിയൻ എക്സിക്യൂട്ടീവിലെ ഒരു മെമ്പറാണ്. യൂണിയൻ എക്സിക്യൂട്ടീവിലെ ഒരു മെമ്പർ ആണെന്ത്, അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. യൂണിയൻ എക്സിക്യൂട്ടീവിൽ ആരൊക്കെ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രസിഡന്റ് ഉണ്ട്. ഇന്ത്യൻ പ്രസിഡന്റ് യൂണിയൻ എക്സിക്യൂട്ടീവിലെ അംഗമാണ്. അതുപോലെ തന്നെ വൈസ് പ്രസിഡന്റ്, ഇന്ത്യൻ വൈസ് പ്രസിഡന്റ് യൂണിയൻ എക്സിക്യൂട്ടീവിലെ അംഗമാണ്. പ്രൈം മിനിസ്റ്റർ, ഇന്ത്യയുടെ പ്രധാനമന്ത്രി യൂണിയൻ എക്സിക്യൂട്ടീവിലെ അംഗമാണ്. അതുപോലെ തന്നെ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്, കേന്ദ്ര മന്ത്രിസഭയിലുള്ള മിനിസ്റ്റേഴ്സും യൂണിയൻ എക്സിക്യൂട്ടീവിലെ മെമ്പേഴ്സ് ആണ്. അതുപോലെ തന്നെ അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ. ഇത്രയും പേരടങ്ങുന്നതാണ് എന്ത്, യൂണിയൻ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത്. പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, പ്രൈം മിനിസ്റ്റർ, കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്, അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ. ഇത്രയും പേരടങ്ങുന്ന യൂണിയൻ എക്സിക്യൂട്ടീവിലെ ഒരു മെമ്പറാണ് അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. ആൻഡ് അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഈ ഒരു പോസ്റ്റ് അല്ലെങ്കിൽ ഓഫീസ് എസ്റ്റാബ്ലിഷ്
ചെയ്തിരിക്കുന്നത് ആർട്ടിക്കിൾ 76 പ്രകാരമാണ്. ഇന്ത്യയിലെ ഹയസ്റ്റ് ലോ ഓഫീസർ, ഇന്ത്യയിലുള്ള ഏറ്റവും ഹയസ്റ്റ് ലോ ഓഫീസർ എന്ന് പറയുന്ന ആരാണ്? അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ ആണ്. ഇന്ത്യയിലെ ഹയസ്റ്റ് ലോ ഓഫീസർ എന്ന് പറയുന്നത് അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ ആണ്. ഹയസ്റ്റ് ലോ ഓഫീസർ ഓഫ് ഇന്ത്യ, ഇന്ത്യയിലുള്ള ഏറ്റവും ഹയസ്റ്റ് ലോ ഓഫീസർ എന്ന് പറയുന്നത് അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ ആണ്. ആൻഡ് അറ്റോർണി ജനറൽ എന്തല്ല? ക്യാബിനറ്റിന്റെ മെമ്പർ അല്ല. ക്യാബിനറ്റ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മിനിസ്ട്രീസ് ഉണ്ടല്ലോ, അതായത് ഡിഫൻസ്, ഫൈനാൻസ്, എക്സ്റ്റേണൽ അഫയേഴ്സ്, അങ്ങനെയുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മിനിസ്ട്രീസ്, ആ മിനിസ്ട്രീസിന്റെ ഉത്തരവാദിത്തമുള്ള മിനിസ്റ്റേഴ്സിനെയാണ് ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് എന്ന് വിളിക്കുന്നത്. ഈ ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സും പ്രൈം മിനിസ്റ്ററും അടങ്ങുന്നതാണ് എന്ത്? ക്യാബിനറ്റ് എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മിനിസ്ട്രീസ്, ഹോം, ഡിഫൻസ്, ഫൈനാൻസ്, എക്സ്റ്റേണൽ അഫയേഴ്സ്, ഇങ്ങനെയുള്ള ഇമ്പോർട്ടന്റ് മിനിസ്ട്രീസിന്റെ ഉത്തരവാദിത്തമുള്ള മിനിസ്റ്റേഴ്സിനെ വിളിക്കുന്ന പേരാണ് ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഈ ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സും പ്രൈം മിനിസ്റ്ററും അടങ്ങുന്നതാണ് ക്യാബിനറ്റ് എന്ന് പറയുന്നത്. സോ അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ എന്തല്ല? ക്യാബിനറ്റിലെ മെമ്പർ അല്ല. ഇത് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. അതുപോലെ തന്നെ അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഇന്ത്യയിലുള്ള ഏതൊരു കോർട്ടിലും കാഴ്ചക്കാരനായിട്ട് ഇരിക്കാൻ സാധിക്കും. അതും എന്താണ്? കറക്റ്റ് ആണ്. അതുപോലെ തന്നെ അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യക്ക് പാർലമെന്റ് 2 ഹൗസസിലും, ലോക്സഭയിലും രാജ്യസഭയിലും എന്ത് ചെയ്യാൻ സാധിക്കും? പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ സാധിക്കും. അവിടെ നടക്കുന്ന പ്രൊസീഡിങ്സിൽ, പരിപാടികളിൽ പങ്കെടുക്കാനായിട്ട്, ചർച്ചകളിൽ പങ്കെടുക്കാനും സാധിക്കും. അതുപോലെ തന്നെ അവിടെ സംസാരിക്കാനും സാധിക്കും. പക്ഷെ വോട്ട് ചെയ്യാൻ സാധിക്കില്ല. അതാണെന്ത്? തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ പാർലമെന്റ് ഓഫ് ഇന്ത്യ കംപ്രൈസസ് ഓഫ്. പാർലമെന്റിൽ ആരൊക്കെയാണ് മെമ്പേഴ്സ് ആയിട്ടുള്ളത് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ പ്രൈം മിനിസ്റ്റർ, ലോക്സഭ ആൻഡ് രാജ്യസഭ. ഓപ്ഷൻ ബി പ്രസിഡന്റ്, അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ, ലോക്സഭ ആൻഡ് രാജ്യസഭ. ഓപ്ഷൻ സി ലോക്സഭ ആൻഡ് രാജ്യസഭ. ഓപ്ഷൻ ഡി പ്രസിഡന്റ്, ലോക്സഭ ആൻഡ് രാജ്യസഭ. പാർലമെന്റ് ഓഫ് ഇന്ത്യയിൽ ഇവരാരൊക്കെയാണ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് എന്നാണ് ക്വസ്റ്റ്യൻ. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ ഡി ആണ്, പ്രസിഡന്റ്, ലോക്സഭ ആൻഡ് രാജ്യസഭ. പ്രസിഡന്റും ലോക്സഭയും രാജ്യസഭയും അടങ്ങുന്നതാണെന്ത്? പാർലമെന്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെലക്ട് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് രാജ്യസഭ. രാജ്യസഭയെ കുറിച്ചുള്ള 4 സ്റ്റേറ്റ്മെന്റുകൾ തന്നിട്ടുണ്ട്. ഇതിൽ ഏതാണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ, ഫസ്റ്റ് ഓപ്ഷൻ, എ മെമ്പർ ഹു ഈസ് ഇലക്ടഡ് ഫോർ എ ഫുൾ ടേം ഇൻ രാജ്യസഭ സെർവ്സ് ഫോർ 4 years. ഓരോ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നോക്കാം, എന്നിട്ട് അത് കറക്റ്റ് ആണോ അല്ലയോ എന്ന് നോക്കിപ്പോവാം. സോ രാജ്യസഭയെ കുറിച്ചുള്ള 4 സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്. ഇതിൽ ഏതാണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്തായിരുന്നു? എ മെമ്പർ ഹു ഈസ് ഇലക്ടഡ് ഫോർ എ ഫുൾ ടേം ഇൻ രാജ്യസഭ സെർവ്സ് ഫോർ 4 years. രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരു വ്യക്തിയുടെ കാലാവധി എന്ന് പറയുന്നത് 4 വർഷമായിരിക്കും എന്നാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എന്താണ്? തെറ്റാണ്. കാരണം രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരു വ്യക്തിയുടെ കാലാവധി എന്ന് പറയുന്നത് 6 വർഷമായിരിക്കും. 6 വർഷത്തേക്കാണ് എന്ത് ചെയ്യുന്നത്? ഒരാൾ രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്നത്. 4 വർഷമല്ല, 6 വർഷമാണ്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താണ്? തെറ്റാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആക്ട്സ് ആസ് ദി എക്സ് ഒഫീഷ്യോ ചെയർമാൻ ഓഫ് രാജ്യസഭ. രാജ്യസഭയുടെ അധ്യക്ഷൻ എന്ന് പറയുന്നത് ഇന്ത്യൻ പ്രസിഡന്റ് ആയിരിക്കും എന്നാണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എന്താണ്? തെറ്റാണ്. ബിക്കോസ് രാജ്യസഭയുടെ അധ്യക്ഷൻ എന്ന് പറയുന്നത് എപ്പോഴും ആരായിരിക്കും? വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആയിരിക്കും. ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റ് ആയിരിക്കും രാജ്യസഭയുടെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ ആയിട്ട് അല്ലെങ്കിൽ അധ്യക്ഷനായിട്ട് എന്ത് ചെയ്യുന്നത്? ആക്ട് ചെയ്യുന്നത്. പ്രസിഡന്റ് അല്ല, വൈസ് പ്രസിഡന്റ് ആണ് രാജ്യസഭയുടെ അധ്യക്ഷൻ എന്ന് പറയുന്നത്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ഇറ്റ് ഈസ് എ ലോവർ ഹൗസ് ഓഫ് ദി പാർലമെന്റ് ആൻഡ് ഡിസോൾവ്സ് എവറി 5 years. പാർലമെന്റ് ലോവർ ഹൗസ് ആണ് രാജ്യസഭ. ഓരോ 5 വർഷം കൂടുമ്പോഴും രാജ്യസഭ എന്ത് ചെയ്യും? ഡിസോൾവ് ചെയ്യും അല്ലെങ്കിൽ പിരിഞ്ഞു പോകും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എന്താണ്? തെറ്റാണ്. ബിക്കോസ് പാർലമെന്റ് ലോവർ ഹൗസ് എന്ന് പറയുന്നത് ഏതാണ്? ലോക്സഭയാണ്. ലോക്സഭയാണ് പാർലമെന്റ് ലോവർ ഹൗസ് എന്ന് പറയുന്നത്. ലോക്സഭയാണ് എന്ത് ചെയ്യുന്നത്? ഓരോ 5 വർഷം കൂടുമ്പോഴും ഡിസോൾവ് ആയി പോകുന്നത്, അതായത് പിരിഞ്ഞു പോകുന്നത്. ഇനി ലാസ്റ്റ് ഓപ്ഷൻ എന്തായിരുന്നു? ഇറ്റ് ഈസ് കോൾഡ് ദി അപ്പർ ഹൗസ് ഓഫ് ദി പാർലമെന്റ് ആൻഡ് ഇറ്റ് നെവർ ഡിസോൾവ്സ്. സോ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എന്താണ്? കറക്റ്റ് ആണ്. കാരണം പാർലമെന്റ് അപ്പർ ഹൗസ് ആണെന്ത്? രാജ്യസഭ എന്ന് പറയുന്നത്. രാജ്യസഭ എന്ന് പറയുന്ന പാർലമെന്റ് അപ്പർ ഹൗസ് ആണ്. ആൻഡ് രാജ്യസഭ എന്ത് ചെയ്യാറില്ല? ഒരിക്കലും ഡിസോൾവ് ചെയ്യാറില്ല, പിരിഞ്ഞു പോകാറില്ല. ഇതാണെന്ത്? കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ഓഡ് വൺ ഇൻ റിലേഷൻ ടു ഇന്ത്യൻ പാർലമെന്റ്. ഇന്ത്യൻ പാർലമെന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതിൽ ഇതിലേതാണ് ഓഡ് വൺ അല്ലെങ്കിൽ ശരിയല്ലാത്തത് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ബഡ്ജറ്റ് സെഷൻ, ഓപ്ഷൻ ബി സമ്മർ സെഷൻ, ഓപ്ഷൻ സി മൺസൂൺ സെഷൻ, ഓപ്ഷൻ ഡി വിന്റർ സെഷൻ. ഇന്ത്യൻ പാർലമെന്റിന് 3 സെഷൻസ് ആണുള്ളത്. ഇന്ത്യൻ പാർലമെന്റ് 3 തവണ എന്ത് ചെയ്യാറുണ്ട്, മീറ്റ് ചെയ്യാറുണ്ട്. 3 സെഷൻസ് ഉണ്ട്. അത് ഏതൊക്കെ സെഷൻസ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബഡ്ജറ്റ് സെഷൻ, മൺസൂൺ സെഷൻ, വിന്റർ സെഷൻ. ഇതിൽ സമ്മർ സെഷൻ എന്ന് പറഞ്ഞൊരു സെഷൻ എന്ത് ചെയ്യുന്നില്ല, നിലവിലേ ഇല്ല. ബഡ്ജറ്റ് സെഷൻ ആണ് പാർലമെന്റ് ആദ്യത്തെ സെഷൻ എന്ന് പറയുന്നത്. ഒരു വർഷത്തെ ഏറ്റവും ആദ്യത്തെ സെഷൻ എന്ന് പറയുന്നത് ഏതാണ്, ബഡ്ജറ്റ് സെഷൻ ആണ്. ബഡ്ജറ്റ് സെഷൻ എന്ന് പറയുമ്പോൾ ഫെബ്രുവരിയിൽ സ്റ്റാർട്ട് ചെയ്ത് മെയ് മാസം വരെ നീണ്ടു നിൽക്കുന്ന സെഷൻ ആണെന്ത്, പാർലമെന്റ് സെഷൻ ആണെന്ത്, ബഡ്ജറ്റ് സെഷൻ എന്ന് പറയുന്നത്. ആൻഡ് മൺസൂൺ സെഷൻ, മൺസൂൺ സെഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ജൂലൈയിൽ സ്റ്റാർട്ട് ചെയ്ത് സെപ്റ്റംബർ വരെ, ജൂലൈയിൽ സ്റ്റാർട്ട് ചെയ്ത് സെപ്റ്റംബർ വരെ നീണ്ടു നിൽക്കുന്ന സെഷൻ ആണെന്ത്, പാർലമെന്റ് ഒരു സെഷൻ ആണെന്ത്, മൺസൂൺ സെഷൻ എന്ന് പറയുന്നത്. ഇനി വിന്റർ സെഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നവംബറിൽ സ്റ്റാർട്ട് ചെയ്ത് ഡിസംബർ വരെ നീണ്ടു നിൽക്കുന്ന സെഷൻ ആണെന്ത്, ഈ ഒരു വിന്റർ സെഷൻ എന്ന് പറയുന്നത്. സമ്മർ സെഷൻ എന്ന് പറഞ്ഞൊരു സെഷൻ എന്ത് ചെയ്യുന്നില്ല, നിലവിലെ ഇല്ല. പാർലമെന്റിന്, ഇന്ത്യൻ പാർലമെന്റ് 3 തവണയാണ് സമ്മേളിക്കുന്നത്, അല്ലെങ്കിൽ 3 തവണ എന്ത് ചെയ്യുന്നുണ്ട്, ഇന്ത്യൻ പാർലമെന്റ് സമ്മേളനം നടക്കുന്നുണ്ട്. ഫസ്റ്റ് വൺ ആണെന്ത്, ബഡ്ജറ്റ് സെഷൻ എന്ന് പറയുന്നത്. അത് ഫെബ്രുവരി മുതൽ മെയ് വരെയുള്ള ടൈമിലായിരിക്കും. രണ്ടാമത്തെ സെഷൻ ആണെന്ത്, മൺസൂൺ സെഷൻ എന്ന് പറയുന്നത്. അത് ജൂലൈ മുതൽ സെപ്റ്റംബർ വരെയുള്ള ടൈമിലായിരിക്കും. മൂന്നാമത്തെ സെഷൻ ആണെന്ത്, വിന്റർ സെഷൻ എന്ന് പറയുന്നത്. അത് നവംബർ ടു ഡിസംബർ ടൈം പീരീഡിലായിരിക്കും. സമ്മർ സെഷൻ എന്ന് പറഞ്ഞൊരു സെഷൻ എന്ത് ചെയ്യുന്നില്ല, നിലവിലേ ഇല്ല. അതുകൊണ്ടാണ് ഇതിനകത്തെ ഓഡ് വൺ ഔട്ട് എന്ന് പറയുന്നത്. Next question. In the absence of the Speaker and Deputy Speaker of the Lok Sabha, who presides over the joint sitting of the Parliament? പാർലമെന്റ് 2 ഹൗസസിന്റെയും ജോയിന്റ് സിറ്റിംഗ്, അതായത് പാർലമെന്റ് ലോക്സഭയും രാജ്യസഭയും ഒരുമിച്ച് സമ്മേളിക്കുമ്പോൾ, ജോയിന്റ് സിറ്റിംഗ് നടത്തുമ്പോൾ ആരാണ് അധ്യക്ഷനായിട്ടിരിക്കുന്നത്? ഈ സ്പീക്കർ ആൻഡ് ഡെപ്യൂട്ടി സ്പീക്കർ ഓഫ് ദി ലോക്സഭ ഈസ് ആബ്സെന്റ്. ലോക്സഭയുടെ സ്പീക്കർ, ലോക്സഭയുടെ അധ്യക്ഷനും ലോക്സഭയുടെ ഉപാധ്യക്ഷനും ഇല്ലാത്ത സമയം പാർലമെന്റ് ജോയിന്റ് സിറ്റിംഗ് നടക്കുകയാണെങ്കിൽ, അതായത് രാജ്യസഭയും ലോക്സഭയും കൂടി ഒരുമിച്ച് സിറ്റിംഗ് നടത്തുകയാണെന്നുണ്ടെങ്കിൽ ആരായിരിക്കും അധ്യക്ഷത വഹിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ലോക്സഭയുടെ സ്പീക്കർ, ലോക്സഭയുടെ അധ്യക്ഷനും ആബ്സെന്റ് ആണ്. ലോക്സഭയുടെ ഡെപ്യൂട്ടി, ഉപാധ്യക്ഷനും എന്താണ്, ആബ്സെന്റ് ആണ്. ഈ ഒരു ടൈമിൽ ആരായിരിക്കും പാർലമെന്റ് ജോയിന്റ് സിറ്റിംഗിനകത്ത് അധ്യക്ഷത വഹിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ചെയർമാൻ ഓഫ് ദി രാജ്യസഭ, ഓപ്ഷൻ ബി എനി സീനിയർ മെമ്പർ ഓഫ് രാജ്യസഭ, ഓപ്ഷൻ സി ഡെപ്യൂട്ടി ചെയർമാൻ ഓഫ് രാജ്യസഭ, ഓപ്ഷൻ ഡി എനി സീനിയർ മെമ്പർ ഓഫ് ലോക്സഭ. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഡെപ്യൂട്ടി ചെയർമാൻ ഓഫ് രാജ്യസഭയാണ്. രാജ്യസഭയുടെ ഡെപ്യൂട്ടി ചെയർമാൻ ആണ് എന്ത് ചെയ്യുന്നത്, സ്പീക്കറിന്റെയും ലോക്സഭയുടെ സ്പീക്കറിന്റെയും ഡെപ്യൂട്ടി സ്പീക്കറിന്റെയും ആബ്സെൻസിൽ എന്ത് ചെയ്യുന്നത്, ജോയിന്റ് സിറ്റിംഗ് പ്രിസൈഡ് ചെയ്യുന്നത്. ഇനി ലോക്സഭ സ്പീക്കറിന്റെയും ലോക്സഭ ഡെപ്യൂട്ടി സ്പീക്കറിന്റെ ആബ്സെൻസിൽ പാർലമെന്റ് ജോയിന്റ് സിറ്റിംഗ് പ്രിസൈഡ് ചെയ്യുന്ന ആരാണ്, രാജ്യസഭയുടെ ഡെപ്യൂട്ടി ചെയർമാൻ ആണ്. ഇനി എന്തുകൊണ്ട് ചെയർമാൻ ഓഫ് രാജ്യസഭ ചെയർമാൻ അധ്യക്ഷത വഹിക്കുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് രാജ്യസഭയുടെ ചെയർമാൻ എന്ന് പറയുന്നത്, ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റ് ആണ്. ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റ് ആണ് രാജ്യസഭയുടെ ചെയർമാൻ എന്ന് പറയുന്നത്. രാജ്യസഭയുടെ ചെയർമാൻ എന്ന് പറയുന്നത് ലോക്സഭയിലെ മെമ്പർ അല്ല, രാജ്യസഭയിലെ മെമ്പർ അല്ല. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, രാജ്യസഭയുടെ ചെയർമാൻ അധ്യക്ഷ സ്ഥാനം വഹിക്കാത്തത്. എന്തുകൊണ്ടാണ് രാജ്യസഭയുടെ ചെയർമാൻ അധ്യക്ഷത വഹിക്കാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാജ്യസഭയുടെ ചെയർമാൻ ആരാണ്, ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റ് ആണ്. ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റ് ലോക്സഭയിലെ മെമ്പർ അല്ല, രാജ്യസഭയിലെ മെമ്പർ അല്ല. അതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, ജോയിന്റ് സിറ്റിംഗ് പ്രിസൈഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ സ്പീക്കറിന്റെയും ലോക്സഭ സ്പീക്കറിന്റെയും ഡെപ്യൂട്ടി സ്പീക്കറിന്റെയും ആബ്സെൻസിൽ ജോയിന്റ് സിറ്റിംഗ് പ്രിസൈഡ് ചെയ്യുന്ന ആരായിരിക്കും, രാജ്യസഭയുടെ ഡെപ്യൂട്ടി ചെയർമാൻ ആയിരിക്കും. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് സെലക്ട് ചെയ്തിരുന്നത്. റിമൈനിങ് ക്വസ്റ്റ്യൻസ്, മെറ്റീരിയലിനകത്തുള്ള റിമൈനിങ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ സ്വയം വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ടോപ്പിക്കിൽ ക്ലാരിഫിക്കേഷൻ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോയുടെ താഴെ കമന്റ് ആയിട്ട് പോസ്റ്റ് ചെയ്തിരുന്നാൽ മതി. നെക്സ്റ്റ് സെഷനിൽ നമ്മളത് ടേക്കപ്പ് ചെയ്യുന്നതായിരിക്കും. നെക്സ്റ്റ് സെഷനിൽ കുറച്ച് കൂടുതൽ ക്വസ്റ്റ്യൻസുമായിട്ട് വീണ്ടും മീറ്റ് ചെയ്യാം. താങ്ക്